നമസ്കാരം. പ്രധാന വാർത്തകൾ. ടാറിംഗ് കഴിഞ്ഞ് ഒരു വർഷം തികയുന്നതിനു മുമ്പ് മുണ്ടൂർ തൂത സംസ്ഥാന പാതയിൽ വിള്ളൽ. തിരുവാഴിയോടാണ് റോഡിൽ പലയിടങ്ങളിൽ വിള്ളൽ പ്രത്യക്ഷപ്പെട്ടത്. അശാസ്ത്രീയമായാണ് പാതാ നിർമ്മാണം നടന്നിട്ടുള്ളതെന്നും കമ്മീഷൻ റോഡായി 4 വരിപ്പാത മാറിയെന്നും കോൺഗ്രസ് നേതാക്കൾ. പാലക്കാട് ജില്ലയിലെ നെൽകർഷകർക്ക് സപ്ലൈകോ സംഭരിച്ച നെല്ലിന്റെ വില ഓണത്തിനു മുമ്പ് തന്നെ നൽകണമെന്ന് BJP പാലക്കാട് വെസ്റ്റ് ജില്ലാ കമ്മിറ്റി. ഇല്ലെങ്കിൽ ശക്തമായ സമരപരിപാടികളുമായി രംഗത്ത് വരുമെന്ന് ജില്ലാ പ്രസിഡന്റ് P. വേണുഗോപാലൻ. വിദ്യാർത്ഥികളുടെ ഓണാഘോഷം അതിരുവിട്ടു. രൂപമാറ്റം വരുത്തിയ ട്രാക്ടർ ഉൾപ്പെടെ ഉപയോഗിച്ച് ഓണം ആഘോഷിച്ച വിദ്യാർത്ഥികളെ വാഹനസഹിതം പോലീസ് പൊക്കി. മലപ്പുറം കരുവാരക്കുണ്ടിലാണ് സംഭവം. കടുത്ത യാത്രാ ദുരിതത്തിൽ പെരിന്തൽമണ്ണ പാതാക്കര ഒടിയൻചോലയിലെ കുടുംബങ്ങൾ. റോഡില്ലാത്തതാണ് 10ഓളം കുടുംബങ്ങളെ വലയ്ക്കുന്നത്. രോഗികളെ ആശുപത്രിയിൽ കൊണ്ടുപോകുന്നത് പോലും ചുമന്ന. പ്രശ്നത്തിൽ ഇടപെട്ട് നാഷണൽ ഹ്യൂമൻ റൈറ്റ്സ് ആൻഡ് ആന്റി കറപ്ഷൻ ഫോഴ്സ്. ഗണേശോത്സവം വിപുലമായി ആഘോഷിച്ചു. കോരിച്ചൊരിയുന്ന മഴയത്തും വിഗ്രഹ നിമജ്ജന ശോഭായാത്രയിൽ അണിനിരന്നു ഭക്തർ. വിശദമായ വാർത്തകൾ നോക്കാം. മുണ്ടൂർ തൂത സംസ്ഥാന പാതയിൽ തിരുവാഴിയോട് പലയിടങ്ങളിൽ റോഡിൽ വിള്ളൽ. ടാറിംഗ് കഴിഞ്ഞ് ഒരു വർഷം തികയുന്നതിന് മുന്നെയാണ് വിള്ളൽ രൂപപ്പെട്ടത്. റോഡിൽ 4ഇടത്താണ് വിള്ളൽ രൂപപ്പെട്ടിട്ടുള്ളത്. മുണ്ടൂർ തൂത സംസ്ഥാന പാത കമ്മീഷൻ റോഡായി മാറിയെന്ന് കോൺഗ്രസ് നേതാക്കൾ. പല വിള്ളലുകളും റോഡിൻ്റെ അടിത്തട്ട് വരെ കാണാവുന്ന തരത്തിലാണ്. ഇവിടെ റോഡിലൂടെയാണ് അഴുക്കുവെള്ളം പോകുന്നത്. മഴ പെയ്താൽ ഉപറോഡുകളിൽ നിന്നും വെള്ളം പ്രധാന റോഡിലെ ഡ്രൈനേജിലേക്കാണ് വരുന്നത്. പക്ഷേ ഈ വെള്ളം ഒഴുകിപ്പോകുവാൻ വേണ്ടിയിട്ട് ഡ്രൈനേജുകളിലിട്ടിരിക്കുന്ന ദ്വാരങ്ങൾ റോഡിനേക്കാൾ ഉയരത്തിലാണ്. അതിനാൽ ഉപറോഡുകളിൽ വെള്ളം കെട്ടിനിൽക്കുന്നതും തിരുവാഴിയോട്ടെ പല വ്യാപാര സ്ഥാപനങ്ങളിലും വെള്ളം കയറുന്നതും പതിവാണ്. റോഡ് നിർമ്മാണത്തിലെയും അഴുക്കുചാൽ നിർമ്മാണത്തിലെയും അശാസ്ത്രീയത സംബന്ധിച്ച് മുമ്പ് നിരവധി പരാതികൾ ഉയർന്നിരുന്നു. പാത നവീകരണത്തിന് മുമ്പ് തിരുവാഴിയോട് ജംഗ്ഷനിൽ 2 ബസ് കാത്തിരിപ്പ് കേന്ദ്രങ്ങൾ ഉണ്ടായിരുന്നു. അതിപ്പോൾ 1ആയി ചുരുങ്ങി. മണ്ണാർക്കാട് പാലക്കാട് ഭാഗത്തേക്ക് പോകുന്നവർക്ക് ബസ് കാത്തിരിപ്പ് കേന്ദ്രമില്ല. തിരുവാഴിയോട് ജംഗ്ഷനിൽ മണ്ണാർക്കാട് പാലക്കാട് ഭാഗത്തേക്ക് വാഹനങ്ങൾ തിരിഞ്ഞു പോകുന്നതിനുള്ള ഡിവൈഡർ സ്ഥാപിച്ചതിലെ പ്രശ്നം പരിഹരിച്ചിട്ടില്ല. ജംഗ്ഷനിൽ ഉയരമുള്ള വിളക്ക് സ്ഥാപിച്ചുവെങ്കിലും ഇതുവരെ കത്തിയിട്ടില്ല. തിരുവാഴിയോട് മുതൽ മംഗലാകുന്ന് വരെയുള്ള ഡിവൈഡറുകളിൽ വിളക്കുകളും സ്ഥാപിച്ചിട്ടില്ല. തിരുവാഴിയോട് ജംഗ്ഷനിൽ അനുയോജ്യമായ സ്ഥലത്ത് സീബ്ര വരെയും ഇല്ല. മുണ്ടൂർ തൂത സംസ്ഥാന പാത എന്ന പേരിൻ്റെ കൂടെ കമ്മീഷൻ റോഡ് എന്നുകൂടി എഴുതി ചേർക്കണമെന്ന് കോൺഗ്രസ് നേതാക്കൾ പറഞ്ഞു. തികച്ചും അശാസ്ത്രീയമായ നിർമ്മാണ പ്രവൃത്തിയാണ് നടന്നിട്ടുള്ളതെന്ന് DCC മെമ്പർ സ്വാമിനാഥൻ, CT ചന്ദ്രശേഖരൻ, മെമ്പർ P. ഗീത എന്നിവർ ആരോപിച്ചു. മുണ്ടൂർ തൂത റോഡ്, ആ റോഡിൻ്റെ മുണ്ടൂർ തൂത റോഡ് എന്ന് പറയുമ്പോൾ അതിൻ്റെ ബ്രാക്കറ്റിൽ കമ്മീഷൻ റോഡ് എന്നുകൂടി എഴുതേണ്ട ഗതികേടാണ്. കാരണം ഇത്രയധികം അശാസ്ത്രീയമായ നിരുത്തരവാദപരമായ ഒരു പ്രവൃത്തി നമ്മൾ ആരും ഇതുവരെ കണ്ടിട്ടില്ല. റോഡ് പണി തീരുന്നതിന് മുമ്പ് തന്നെ ഈ റോഡ് തകരുന്ന കാഴ്ചയാണ് ഇതുടനീളം നോക്കിയാൽ നമുക്ക് കാണാൻ വേണ്ടി കഴിയുക. അപ്പോൾ റോഡ് പണിയിലെ അശാസ്ത്രീയതയും അതുപോലെ തന്നെ ഉദ്യോഗസ്ഥ തലത്തിലുള്ള നിരുത്തരവാദിത്വപരമായിട്ടുള്ള സമീപനവുമാണ് ഈ റോഡിൻ്റെ ഈ ദുരവസ്ഥയ്ക്ക് കാരണം. പൊതുപണം ഇങ്ങനെ പച്ചയ്ക്ക് കൊള്ളയടിക്കുന്നതിൻ്റെ നേരിട്ടുള്ള ഉദാഹരണമാണ് മുണ്ടൂർ തൂത റോഡ്. ഇപ്പം നമ്മൾ ഈ നിന്ന് സംസാരിക്കുന്നതിൻ്റെ ഒരു 10 മീറ്റർ അപ്പുറത്ത് ഒരു താഴ്ന്ന സബ് റോഡ് പോകുന്നുണ്ട്. ആ റോഡിൽ നിന്നുള്ള വെള്ളം പോകേണ്ട ഡ്രൈനേജ് മുകളിൽ, റോഡ് താഴെ. അതുകൊണ്ട് ഈ പ്രദേശത്തൊക്കെ വെള്ളം കെട്ടി നിന്ന് യാത്ര വളരെ ദുരിതപൂർണ്ണമായിരിക്കുകയാണ്. അതുപോലെ തന്നെ തിരുവാഴിയോട് സെൻറ്ററിൽ ഒരു സീബ്ര ലൈനില്ല. 100 കണക്കിന് കുട്ടികൾ, പ്രായമായവരൊക്കെ റോഡ് ക്രോസ് ചെയ്യാൻ പെടാപ്പാട് പെടുകയാണ്. അതുമാത്രമല്ല, ആ തിരുവാഴിയോട് സെൻറ്ററിൽ നിന്ന് പാലക്കാട് റൂട്ടിൽ ഒരു ഡിവൈഡർ, കെട്ടിയ ഡിവൈഡറാണ്. അത് രാത്രിയുടെ മറവിൽ പൊളിക്കുകയാണ്. സത്യം പറഞ്ഞാൽ പത്രമാധ്യമങ്ങളോടും ദൃശ്യമാധ്യമങ്ങളോടും സ്റ്റേറ്റ്മെൻറ്റ് കൊടുത്ത് കുഴങ്ങിയിരിക്കുക ഞങ്ങൾ. കാരണം ഈ കേൾക്കുന്നവന് ഉളുപ്പില്ലെങ്കിൽ ഈ പറയുന്നവർക്കെങ്കിലും കുറച്ച് സങ്കോചം വേണ്ടേ. അതുകൊണ്ട് നിങ്ങളെപ്പോലുള്ള ചാനലുകൾ, പത്രക്കാരൊക്കെ ചോദിക്കുമ്പോൾ സ്റ്റേറ്റ്മെൻറ്റ് തരാൻ തന്നെ നമുക്ക് മടിയാവാൻ തുടങ്ങി. കാരണം ഇതിനകത്ത് അനങ്ങാപ്പാറ നയമാണ്. ഒരു തെറ്റ് ചൂണ്ടിക്കാണിക്കുമ്പോൾ അത് പരിഹരിക്കാനുള്ള ഒരു സമീപനമല്ല ഇവിടുത്തെ ഉദ്യോഗസ്ഥന്മാർ കാണിക്കുന്നത്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, ഇവിടെ ഭരിക്കുന്നവരുടെ ചില ഇഷ്ടാനുസരണത്തിനനുസരിച്ചിട്ടാണ് ഈ റോഡിൻ്റെ അലൈൻമെൻറ്റുകൾ നോക്കി നോക്കൂ. അവർക്ക് സൗകര്യമുള്ള ആളുകളുടെ വീടിൻ്റെ മുമ്പിലെത്തുമ്പോൾ അല്ലെങ്കിൽ സ്ഥാപനങ്ങളുടെ മുമ്പിലെത്തുമ്പോൾ ചളിയിലൂടെ പാമ്പ് പോയ പോലെയാണ്. അപ്പോൾ അലൈൻമെൻറ്റിലുള്ള അഡ്ജസ്റ്റ്മെൻറ്റ്, അപ്പോൾ എല്ലാ തരത്തിലും ഇത് ഒരു അഴിമതി പ്രൊജക്റ്റായിട്ട് ചരിത്രം രേഖപ്പെടുത്തും.
പാലക്കാട് ജില്ലയിലെ നെൽകർഷകർക്ക് സപ്ലൈകോ സംഭരിച്ച നെല്ലിന്റെ വില ഓണത്തിനു മുമ്പ് നൽകിയില്ലെങ്കിൽ ശക്തമായ സമരപരിപാടികളുമായി മുന്നോട്ട് വരുമെന്ന് BJP പാലക്കാട് വെസ്റ്റ് ജില്ലാ കമ്മിറ്റി. കൃഷിഭവനും താലൂക്ക് ഓഫീസിനു മുമ്പിലും കലമുടക്കൽ അടക്കമുള്ള സമരപരിപാടികൾ സംഘടിപ്പിക്കുമെന്ന് വെസ്റ്റ് ജില്ലാ പ്രസിഡന്റ് P. വേണുഗോപാലൻ ഒറ്റപ്പാലത്ത് വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. നെൽകർഷകർക്ക് സപ്ലൈകോ നൽകാനുള്ള കുടിശ്ശിക ഓണത്തിനു മുമ്പ് നൽകണമെന്ന ആവശ്യവുമായാണ് BJP പാലക്കാട് വെസ്റ്റ് ജില്ലാ കമ്മിറ്റി രംഗത്ത് വന്നത്. കുടിശ്ശിക തീർത്തില്ലെങ്കിൽ BJP പാലക്കാട് വെസ്റ്റ് ജില്ലാ കമ്മിറ്റിയും കർഷക മോർച്ചയും സംയുക്തമായി കൃഷിഭവനുകൾക്ക് മുമ്പിലും താലൂക്ക് ഓഫീസുകൾക്ക് മുമ്പിലും കലമുടക്കൽ സമരമടക്കമുള്ള പ്രതിഷേധ പരിപാടികൾ സംഘടിപ്പിക്കുമെന്ന് വെസ്റ്റ് ജില്ലാ കമ്മിറ്റി പ്രസിഡന്റ് P. വേണുഗോപാലൻ പറഞ്ഞു. കേരളത്തിലെ കർഷകർ രാഷ്ട്രീയമൊക്കെ മറന്നുകൊണ്ട് ഒരു പൊതുവേദിയൊക്കെ രൂപീകരിച്ചുകൊണ്ട് സമരത്തിന്റെ വക്കിലാണ്. സമരപ്രഖ്യാപന കൺവെൻഷൻ പാലക്കാട് കഴിഞ്ഞു. നാളെ ആ സംയുക്ത സമര വേദിയുടെ പേരിൽ തിരുവനന്തപുരത്ത് രാവിലെ 10 മണി മുതൽ സമരം ആരംഭിക്കും. കർഷക സമരം ആരംഭിക്കും. ഭാരതീയ ജനതാ പാർട്ടിയും വെസ്റ്റ് ജില്ലാ ഘടകവും അതേപോലെ ഇവിടുത്തെ കർഷക മോർച്ചയും തീരുമാനിച്ചിട്ടുള്ളത് ഈ ഓണത്തിന്റെ മുന്നേ, തിരുവോണത്തിന്റെ മുന്നേയെങ്കിലും കർഷകന്മാർക്ക് ബാക്കി കിട്ടാനുള്ള തുക കൊടുത്തിട്ടില്ലെങ്കിൽ തിരുവോണത്തിന് ശേഷം അതിശക്തമായുള്ള സമരവുമായി പാലക്കാടിലെ കർഷകന്മാർ രംഗത്തിറങ്ങും. പാലക്കാട് നമ്മൾ ഉദ്ദേശിക്കുന്നത് കൃഷിഭവന്റെ മുന്നിലും താലൂക്ക് ഓഫീസിന് മുന്നിലും കർഷകന്മാർ വ്യത്യസ്ത രീതിയിലുള്ള സമര പരിപാടികളുമായി രംഗത്തിറങ്ങാൻ തീരുമാനിച്ചിരിക്കുന്നു. നെല്ല് സംഭരിക്കുന്നതിനായി സപ്ലൈകോ കർഷകർക്ക് ഏർപ്പെടുത്തിയ രജിസ്ട്രേഷനിലെ വ്യവസ്ഥകൾ കർഷകരോടുള്ള ചതിയാണെന്നും കേന്ദ്ര നെല്ലിന്റെ താങ്ങുവില വർദ്ധിപ്പിക്കുമ്പോഴും സംസ്ഥാന സർക്കാർ വില കുറച്ച് കർഷകരെ ദുരിതത്തിലേക്ക് തള്ളിവിടുകയാണെന്നും വെസ്റ്റ് ജില്ലാ പ്രസിഡന്റ് പറഞ്ഞു. ജില്ലയിൽ നിന്നുള്ള മന്ത്രിയായിട്ടുള്ള തൃത്താലയിൽ നിന്നുള്ള നിയമസഭാ സാമാജികനായിട്ടുള്ള MP രാജേഷിനോട് പരാതി പറയാൻ എഴുന്നേറ്റപ്പോൾ ആ കർഷകന്മാരെ കളിയാക്കിയാണ് ചെയ്തിട്ടുള്ളത്. ഇതൊന്നും യഥാർത്ഥ കർഷകന്മാരല്ല എന്നാ പറയും. അവിടുത്തെ പാടശേഖര സമിതി അംഗങ്ങളാണ് പ്രതിഷേധവുമായിട്ട് എഴുന്നേറ്റത്. പക്ഷെ പറയുന്നത് പ്രതിഷേധിക്കുന്നവർ കർഷകരല്ല എന്ന് പറയും. അപ്പൊ കർഷകനെ അപമാനിച്ചുകൊണ്ടിരിക്കും. ഇത് തുടർന്ന് പോകാൻ കഴിയില്ല. ഇപ്പോൾ നിങ്ങൾ നോക്കൂ, കേന്ദ്രം കഴിഞ്ഞ 2-3 വർഷമായി കേന്ദ്രം ഓരോ വർഷവും താങ്ങുവില വർദ്ധിപ്പിച്ചുകൊണ്ടിരിക്കുക. പക്ഷെ കേരളം നിശ്ചയിക്കുന്ന വിലയിൽ നിന്ന് കമ്മിയായിട്ട് വരുന്നു. അവർ കൊടുക്കുന്ന തുക കമ്മിയായിട്ട് വരുന്നു. ഇപ്പോൾ 2020-21 കേന്ദ്രം കൊടുത്തിരുന്നത് 18.68 രൂപയാണ്. കേരളം അന്ന് 8.80 രൂപ കൊടുത്തു. അത് നേരെ 2022-23 ആയപ്പോൾ കേന്ദ്രം 18 നിന്ന് 20.40 ആയി. അന്ന് കേരളം 7.80 ആണ്. സപ്ലൈകോ സംഭരിച്ചുള്ള നെല്ലിന്റെ പൈസ മുഴുവൻ ആളുകൾക്കും കിട്ടിയിട്ടില്ല. കർഷകന്മാർ ദുരിതത്തിലാണ്. അവർക്ക് ആരോട് പരാതി പറയണം, ആരോടാണ് ചോദിക്കേണ്ടത് എന്ന് അറിയാത്ത ഒരു സ്ഥിതിവിശേഷമാണ്. കാർഷിക മേഖലയെ സംരക്ഷിക്കേണ്ട സംസ്ഥാന ഗവൺമെന്റ് ഇതിന് തീരെ പ്രാധാന്യം കൊടുക്കാതെ കർഷകന്മാരെ നിത്യ ദുരിതത്തിലേക്ക് തള്ളിവിടുകയാണ്. വാർത്താസമ്മേളനത്തിൽ BJP പാലക്കാട് വെസ്റ്റ് ജില്ലാ ജനറൽ സെക്രട്ടറി B. മനോജ്, കർഷക മോർച്ച പാലക്കാട് വെസ്റ്റ് ജില്ലാ പ്രസിഡന്റ് K. സദാനന്ദൻ തുടങ്ങിയവരും പങ്കെടുത്തു. വിദ്യാർത്ഥികളുടെ അതിരുകടന്ന ഓണാഘോഷം. രൂപമാറ്റം നടത്തിയ ട്രാക്ടർ ഉൾപ്പെടെ ഉപയോഗിച്ച് ഓണം ആഘോഷിച്ച വിദ്യാർത്ഥികളെ വാഹനസഹിതം പൊക്കി കരുവാരക്കുണ്ട് പോലീസ്. ചീനിപ്പാടത്ത് ഓണാഘോഷം നടത്തുകയായിരുന്ന വിദ്യാർത്ഥികളുടെ വാഹനങ്ങളാണ് പോലീസ് പൊക്കിയത്. കരുവാരക്കുണ്ട് കണ്ണത്തെ സ്വകാര്യ കോളേജിലെ വിദ്യാർത്ഥികളാണ് ഓണാഘോഷം നടത്താൻ രൂപമാറ്റം വരുത്തിയ വാഹനങ്ങളിലെത്തിയത്. കോളേജിലെ ആഘോഷത്തിന് ശേഷം വാഹനങ്ങളുമായി നേരെ എത്തിയത് കാളിക്കാവ് കരുവാരക്കുണ്ട് മലയോരപാതയിലെ ചീനിപ്പാടത്തേക്ക്. വയലിൽ ഉപയോഗിക്കുന്ന ട്രാക്ടർ മുതൽ ഹൈറേഞ്ച് കയറാൻ ഉപയോഗിക്കുന്ന ജീപ്പുകൾ ഉൾപ്പെടെ ഉപയോഗിച്ചായിരുന്നു വിദ്യാർത്ഥികളുടെ അഭ്യാസം. ഇത്തരത്തിൽ 9 വാഹനങ്ങളാണ് പോലീസ് പിടികൂടിയത്. സ്റ്റേഷൻ ഹൗസ് ഓഫീസർ ജയൻ, SI സുബ്രഹ്മണ്യൻ, CPOമാരായ ഉല്ലാസ്, രാരിഷ്, അരുൺകുമാർ, ബിജേഷ്, CPO രതീഷ് എന്നിവരാണ് നേതൃത്വം നൽകിയത്. മണ്ണാർക്കാട് പയ്യനടം മേഖലയിൽ കാട്ടുപന്നി ശല്യം രൂക്ഷം. സന്ധ്യയാകുന്നതോടെ ജനവാസ മേഖലയിൽ ഇറങ്ങുന്ന കാട്ടുപന്നികൾ നാട്ടുകാർക്കും കൃഷിക്കും വൻ ഭീഷണിയാണ് ഉയർത്തുന്നത്. വീട്ടാവശ്യങ്ങൾക്ക് വേണ്ടി കൃഷി ചെയ്യുന്ന നാമമാത്ര കൃഷികൾ പോലും കാട്ടുപന്നികൾ നശിപ്പിക്കുന്ന സ്ഥിതിയാണ്. രാത്രി മുതൽ പുലർച്ചെ വരെ വീട്ടുമുറ്റത്തും വഴികളിലും വിഹരിക്കുന്ന പന്നികളെ ഭയന്ന് പുറത്തിറങ്ങാൻ പോലും ഭയപ്പെടുകയാണ്. നിരവധി കർഷകരുടെ കൃഷി ഇതിനകം നശിപ്പിച്ചു കഴിഞ്ഞു. കാട്ടുപന്നി ശല്യം തടയാൻ അടിയന്തര നടപടി വേണമെന്ന് നാട്ടുകാർ ആവശ്യപ്പെട്ടു. ഞങ്ങൾക്ക് ഈ 4 ഭാഗത്തുനിന്ന് ഒരു സാധനം ഉണ്ടാക്കാൻ പറ്റാത്ത കണ്ടീഷനാണ്. അപ്പോൾ ഈ പന്നിക്കൂട്ടത്തിൽ നിന്ന് കഴിച്ചിലായി കിട്ടണ്ടേ? 4 ഉള്ള ആൾക്കാർക്ക് ഇതന്നെ ഗതികേട് ഒക്കെ പൂളങ്ങോട്ട് കുട്ടി നാശം ഒക്കെ വിടക്കാക്കിയാണ്. അപ്പം അതിൻ്റെ താഴെ കുറച്ച് പൂളിയും കാര്യങ്ങളൊക്കെ ഉണ്ടാവും, അതും കുത്തി നാശാക്കിയാണ്. ഇതിന് ഞങ്ങൾ കഷ്ടപ്പെട്ട് ഉണ്ടാക്കിയിട്ട് ഒരു പരിഹാരം ഇതിന് കാണിക്കണില്ല. പഞ്ചായത്തേരും ആരും ഇത് കാണിക്കണില്ല. ഈ ഒന്ന് വന്ന് നോക്കേണ്ടതാരും
അങ്ങനെയാണ് ഞാൻ കരി കെട്ടണം. ഞാൻ കഷ്ടപ്പെട്ട് ഭാരം മുറിച്ചിട്ടപ്പോൾ അതൊക്കെ പണി കിട്ടുന്നു. വയസ്സ് കാലമായിട്ട് ഇനി വയ്യ, തിന്നാൻ പൂതിയായിട്ട് ഉണ്ടാക്കുക. പക്ഷെ കിട്ടില്ലെങ്കിൽ എന്താ ചെയ്യുക? പെരിന്തൽമണ്ണ പാതാക്കരയിലെ നേർച്ചപ്പാറയുടെ താഴ്ഭാഗത്ത് താമസിക്കുന്ന കുടുംബങ്ങൾ ദുരിതത്തിൽ. ഇവിടുത്തെ വീടുകളിലേക്ക് കുത്തനെയുള്ള കൽപ്പടി വഴി അപകട ഭീഷണി ഉയർത്തുകയാണ്. ചെറിയ വാഹനങ്ങളെങ്കിലും വരുന്ന സൗകര്യത്തിൽ ഒരു റോഡ് നിർമ്മിച്ചു നൽകണമെന്നാണ് ഇവരുടെ ആവശ്യം. കൂട്ടുകുടുംബമായിട്ട് കുട്ടികളായിട്ട് ചെറിയ കുഞ്ഞു കുട്ടികളൊക്കെ ആയിട്ട് കൂടുതൽ ദുരിതത്തിൽ കഴിയുന്ന ആൾക്കാരാണ്. വഴി ഭയങ്കര ഡേഞ്ചറാണ്. ഞങ്ങൾക്ക് ഇങ്ങോട്ട് കയറി വരാനോ കുറച്ച് അരി റേഷൻ കടയിൽ നിന്ന് മേടിച്ച് തലയിൽ ഏറ്റിട്ട് ഇങ്ങോട്ട് പോരാനോ പറ്റാത്ത സ്ഥിതിയാണ്. ഇപ്പം ഞങ്ങൾ റോഡ് ഞങ്ങൾക്ക് നടക്കാനോ അതല്ല, ആർക്കെങ്കിലും സുഖമില്ലാതെ കിടക്കുകയാണെങ്കിൽ അവരെ കൊണ്ടുപോകാനും, ആരെങ്കിലും മരണപ്പെട്ട് കഴിഞ്ഞാൽ അവരെ ഇറക്കാനും എല്ലാം കൊണ്ടും ഞങ്ങൾക്ക് ബുദ്ധിമുട്ടാണ്. എങ്ങനെയെങ്കിലും ഞങ്ങൾക്കത് ശരിയാക്കി തരാൻ വിനീതമായി അപേക്ഷിച്ചു. റോഡിൻ്റെ കാര്യം ഞങ്ങൾ അന്ന് മുതൽ തന്നെ ഈ ഇതിൽ പറഞ്ഞുകൊണ്ടിരിക്കുന്നതാണ്. അപ്പോൾ ഇപ്പം എന്താ വെച്ചാൽ എൻ്റെ അമ്മായിയമ്മ വയസ്സായിട്ടിരിക്കുകയാണ്. ഇപ്പോൾ ക്യാൻസർ രോഗിയാണ്. അപ്പോൾ ഇവിടെ നിന്ന് ആശുപത്രിക്ക് കൊണ്ടുപോകണമെങ്കിൽ എടുത്തിട്ട് വേണം കൊണ്ടുപോകാൻ. അല്ലാണ്ട് നടക്കാൻ കഴിയാത്ത ആളാണ്. പിന്നെ കാല് വീണിട്ട് പൊട്ടിയതാണ്. ഇവിടെ ഈ സ്റ്റെപ്പുമ്മ വീണിട്ട് തന്നെയാണ് പൊട്ടിയത്. തുടലിൽ പൊട്ടിയിട്ട് ഓപ്പറേഷൻ കഴിഞ്ഞതാണ്. അപ്പോൾ പിന്നെ അങ്ങനെയുള്ള ബുദ്ധിമുട്ടുകളൊക്കെയാണ് ഇവിടെ ഉള്ളത്. ഞങ്ങൾക്ക് എന്തേലും ചെയ്തിട്ട് ഈ റോഡൊന്ന് ഇതാക്കി തരണം. എന്നിട്ട് 82 വന്നതാണ് ഈ റോഡ്. അന്ന് ഞങ്ങൾക്ക് മിക്ക വെട്ടി വന്നത് ഈ റോഡ് ശരിയായിട്ട് വന്നത്. എൻ്റെ അനിയന് സുഖമില്ലാണ്ട്, ക്യാൻസറായിട്ട് സുഖമില്ലാണ്ട് കസാലയിലൊക്കെ എടുത്തുകൊണ്ടുപോയിരുന്നു. എല്ലാവരോടും ഞങ്ങൾ പറച്ചിലുണ്ട്. ഞാൻ ലൈറ്റ് അവിടെ ഇട്ടുതരാം, അതൊരു പോസ്റ്ററും ഇട്ടുതരാൻ പറഞ്ഞിട്ട് ഇട്ടുന്നുണ്ട്. അപ്പുറത്തുണ്ടെന്ന് പറഞ്ഞു. അങ്ങനത്തെ ഒരു അവസ്ഥയിലാണ് ഞങ്ങൾക്ക് പുറത്ത് പോയി വാങ്ങാനുള്ള കഴിവില്ല. ഉള്ള കാലത്ത് ഇങ്ങനെ കൂടുക. അപ്പോൾ വൈദ്യുതിയിലൊന്നുമില്ല. ഇങ്ങനെ ബുദ്ധിമുട്ടിയിട്ട് നല്ല ബുദ്ധിമുട്ടിലാണ്. പെരിന്തൽമണ്ണ നഗരസഭയിൽ പാതാക്കര ഒടിയൻചോലയിലെ കുടുംബങ്ങൾക്ക് കുത്തനെയുള്ള ഈ പടികൾ കയറി വേണം വീടുകളിലെത്താൻ. 10ഓളം വീടുകളാണ് ഇവിടെ ഉള്ളത്. രോഗികളെ ആശുപത്രിയിലെത്തിക്കാൻ വാഹനങ്ങൾ വരാൻ ഇതുവഴി സാധ്യമല്ല. ആരെങ്കിലും മരണപ്പെട്ടാൽ മൃതദേഹങ്ങൾ ചുമന്നുകൊണ്ടു പോകേണ്ട ദയനീയ അവസ്ഥയാണ് ഈ കുടുംബങ്ങൾക്ക്. തങ്ങൾ അനുഭവിക്കുന്ന ദുരിതം ഇവിടുത്തെ വീട്ടുകാർ തന്നെ പറയുന്നു. 15 വർഷം മുമ്പ് നഗരസഭ കരിങ്കല്ലുകൊണ്ട് നിർമ്മിച്ച പടികളിലൂടെ നടന്നാണ് ഇവർ വീടുകളിലെത്തുന്നത്. ഇത് കുട്ടികൾ, വയോധികർ ഉൾപ്പെടെയുള്ളവർക്ക് ഏറെ പ്രയാസമാണ്. നല്ല വിഷയമുണ്ട്. എൻ്റെ ചെറിയച്ഛനെയാണ്, എൻ്റെ അച്ഛനാണ് ഇപ്പോൾ നിൽക്കുന്നത് താഴത്തേക്കകത്ത്. മൂപ്പര അനിയൻ ഇങ്ങനെ മരിച്ചിട്ട് അവർക്ക് ക്യാൻസർ സൂക്കടാണ്. ഞാൻ വാഴങ്കടക്കാരനാണ്. ഞാൻ അവിടുന്ന് വന്നിട്ട് എൻ്റെ തുണക്കാരൻ്റെ ആൾക്കാരും മറ്റേ ഈ മൂപ്പര കസാലയിൽ എത്തിയിട്ടാണ് കൊണ്ടുപോകുന്നത്. റോഡുണ്ടെങ്കിൽ നമുക്കൊരു വണ്ടിയിൽ അവിടെ കൊണ്ടുപോകും. ഇത് അതിനും കൂടി പാകാലത്ര അവസ്ഥയിൽ ആൾ മരിക്കുന്നവരെ ഞാൻ ആളെ കൊണ്ട് നടന്ന വ്യക്തിയാണ്. അപ്പോൾ ഇതല്ലെങ്കിൽ ആ സ്റ്റെപ്പ് റോഡ് അല്ലെങ്കിൽ ഈ സ്റ്റെപ്പ് റോഡ് ഇതെന്തെങ്കിലും ആക്കി കൊടുക്കുകയാണെങ്കിൽ ഇവിടെ വയ്യാതെ കിടക്കുന്ന ആൾക്കാരെ കൊണ്ടുപോകാനും അവർക്കൊരു സൗകര്യം ആയിക്കോട്ടെ. അത്രമാത്രമേ ഞാൻ പറയുന്നുള്ളൂ. എത്ര ഉള്ള കയ്യും കാലും പൊട്ടിയണമെന്ന് അറിയോ? അത് കുറച്ചൊന്നല്ല, വളരെ അധികം ആളുകൾ. ഇതപ്പോൾ ഇവിടെ കിടക്കുന്ന ഇതാ, അതിൽ ഒരു അമ്മ ഉണ്ടായിരുന്നു. അവർ അത് വിറ്റാണ്. അവരെ കയ്യും കാലും കൂടിയും പൊട്ടിയിട്ടുണ്ട്. എന്താ പറയുക, ഇത് ജനങ്ങൾ അറിയുന്നെ വേണം. ഇവിടെ നഗരസഭയാണ്, ഇവര് പഞ്ചായത്തോ അല്ലെങ്കിൽ ഇതൊന്നുമല്ല. ഈ നഗരസഭയിൽ ഇത്ര മോശപ്പെട്ട സ്ഥലം ഉണ്ടെന്ന് അറിയുമ്പോൾ നഗരസഭ അധ്യക്ഷനും ബാക്കിയുള്ളവരൊക്കെ ഒന്ന് കാണിക്കട്ടെ. ഈ നഗരസഭയിലാണ് ഉള്ളത്. ഇവിടുത്തെ കുടുംബങ്ങളുടെ ദുരിതം കണ്ടറിഞ്ഞ് നാഷണൽ ഹ്യൂമൻ റൈറ്റ്സ് ആൻഡ് ആൻറ്റി കറപ്ഷൻ ഫോഴ്സ് രംഗത്ത് വന്നു. ഈ കുടുംബങ്ങളുടെ ദുരിതത്തിന് പരിഹാരം കാണാൻ അധികൃതർ തയ്യാറാവണമെന്ന് ജില്ലാ പ്രസിഡന്റ് CK അബ്ദുൽ ജബ്ബാർ ആവശ്യപ്പെട്ടു. നടപ്പാതെ ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഒരുപാട് ആൾക്കാർ വീണിട്ടുണ്ട്. അപ്പോൾ അത് മാത്രമല്ല, ഞങ്ങൾ തന്നെ ഇപ്പോൾ ഇത് നടന്നു എത്തിയപ്പോഴേക്കും ഞങ്ങൾ തന്നെ ഒരു പരുവത്തിലായി. അപ്പോൾ ഇന്ന് ഒരു മരണം കൊണ്ടുപോകാനോ അതുമാതിരി ഒരു രോഗികളെ കൊണ്ടുപോകാനൊക്കെ വളരെ ദയനീയമായ അവസ്ഥയാണ് ഇപ്പോൾ ഇത് മുന്നോട്ട് കൊണ്ടുപോകണം. ഇതിപ്പോൾ കുറേ പ്രാവശ്യം പിന്നെ മുനിസിപ്പാലിറ്റി ഇവിടെ സംസാരിച്ച കേസാണ്. അതൊന്നും മുന്നോട്ട് കൊണ്ടുപോകാൻ അവർക്ക് കഴിഞ്ഞിട്ടില്ല. അപ്പോൾ ഇന്നത്തെ ഈ കാലഘട്ടത്തിൽ ഇങ്ങനെ ശോചനീയമായ റോഡ് ഇവിടെ തന്നെ കാണാൻ പറ്റുള്ളൂ. ഇത് പെരിന്തൽമണ്ണ മുനിസിപ്പാലിറ്റി 15ാം വാർഡാണ്. അപ്പോൾ ഇത് എന്തെങ്കിലും ഒരു പരിഹാരം കാണാൻ വേണ്ടി ഞങ്ങൾ ജനങ്ങളെല്ലാം അവിടെ കൂടിയിട്ട് NHRCFന്റെ നാഷണൽ ഹ്യൂമൻ റൈറ്റ്സ് ആൻറ്റി കറപ്ഷൻ ഫോഴ്സിൻ്റെ നേതൃത്വത്തിലൊരു ടീമാണ് ഇപ്പോൾ ഞങ്ങളിവിടെ വന്നിട്ടുള്ളത്. അപ്പോൾ അത് എന്തെങ്കിലും ഒരു പരിഹാരം കാണാൻ പറ്റുന്നില്ലത് നോക്കാൻ വേണ്ടിയുള്ള പിന്നെ ഞങ്ങളുടെ ഈ പ്രവർത്തനം കൂടി. വേണ്ടപ്പെട്ട അധികാരികൾ ഇതിൻ്റെ ഒരു വേണ്ടുന്ന രീതിയിലൊരു ഇത് നേരാക്കി കിട്ടുന്നതിന് കൊണ്ട് ഒരു സംവിധാനം ഉണ്ടാക്കി തരാമെന്നില്ലാണ് ഞങ്ങൾക്ക് പറയാനുള്ളത്. ഇവിടുത്തെ ജനങ്ങൾക്കും ഞങ്ങൾക്കും ഒക്കെ പറയാനുള്ളത്.
വാണിയംകുളം മനുശ്ശേരിയിൽ KSRTC ബസ്സും ബൈക്കും കൂട്ടിയിടിച്ച് 2 വിദ്യാർത്ഥികൾക്ക് പരിക്ക്. 17-കാരനായ അൻഷിബ്, 18-കാരനായ ഫസലു എന്നിവർക്കാണ് പരിക്കേറ്റത്. ഗുരുവായൂരിൽ നിന്നും പാലക്കാട്ടേക്ക് വരികയായിരുന്ന KSRTC ബസ്സും എതിർവശത്തു നിന്നും വന്ന ബൈക്കും തമ്മിലാണ് കൂട്ടിയിടിച്ചത്. പരിക്കേറ്റവരെ വാണിയംകുളത്തെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ഞാൻ ഡ്രൈവറാണ്. ഗുരുവായൂരിൽ നിന്ന് വണ്ടി എടുത്ത് പാലക്കാട്ടേക്ക് വരുമ്പോൾ എൻ്റെ മുന്നിൽ മനുശ്ശേരി വെച്ച് കോളേജ് ചെക്കന്മാർ ബൈക്കിൽ വന്നുകൊണ്ടിരുന്ന മുന്നിൽ പോകുന്ന ബൈക്കിലെ കൊണ്ട് അടിച്ചിട്ട് ഞാൻ കണ്ടുകൊണ്ടിരിക്കുക. ബൈക്ക് അടിച്ച വഴിക്ക് എൻ്റെ വണ്ടിക്ക് വരും പറഞ്ഞിട്ട് നിന്ന് ഞാൻ ചവിട്ടി നിർത്തി. അവർ വന്ന സ്പീഡിൽ അതിൻ്റെ വണ്ടി സ്പീഡിൽ കൊണ്ട് എൻ്റെ വണ്ടി വന്ന് വെച്ചിട്ട് എൻ്റെ വണ്ടിൻ്റെ ഫ്രണ്ട് ഇറങ്ങി. ഇടവേള. വാർത്തകൾ തുടരുന്നു. വർണ്ണാഭമായ നിമഞ്ജന ശോഭായാത്രയോടെ മണ്ണാർക്കാട് ഗണേശോത്സവം സമാപിച്ചു. വിവിധ പ്രദേശങ്ങളിൽ നിന്നായി 80 ഗണേശ വിഗ്രഹങ്ങളാണ് ശോഭായാത്രയിൽ പങ്കാളികളായത്. കോരിച്ചൊരിയുന്ന മഴയത്തും ഭക്തിനിർഭരമായി വിശ്വാസികൾ ശോഭായാത്രയിൽ അണിനിരന്നു. ഗണേശോത്സവ സമിതിയുടെ നേതൃത്വത്തിൽ നെല്ലിപ്പുഴ ജംഗ്ഷനിൽ നിന്ന് ആരംഭിച്ച നിമജ്ജന യാത്ര നഗരം ചുറ്റി കുന്തിപ്പുഴ ആറാട്ടുകടവിൽ സമാപിച്ചു. ചിങ്ങത്തിലെ ശുക്ലപക്ഷത്തിലെ ചതുർത്ഥിയിലാണ് ഗണേശോത്സവം ആഘോഷിക്കുന്നത്. മണ്ണാർക്കാട് നഗരസഭ കാഞ്ഞിരപ്പുഴ, കോട്ടോപ്പാടം, കരിമ്പുഴ, കുമരമുത്തൂർ, തെങ്കര, കാരാകുർശി, തച്ചനാട്ടുകര, അലങ്ങല്ലൂർ എന്നീ പഞ്ചായത്തുകളുടെ വിവിധ ഭാഗങ്ങളിൽ നിന്നെത്തിയ ശോഭായാത്രകൾ നെല്ലിപ്പുഴ ജംഗ്ഷനിൽ സംഗമിച്ച് മഹാശോഭയാത്രയായാണ് നഗരത്തിലൂടെ നീങ്ങിയത്. ഗണേശോത്സവ സമിതി ഭാരവാഹി ശ്രീനിവാസൻ നേതൃത്വം നൽകി. ഇത്രയും വലിയ മഴയിലും ഇത്രയും മോശമായ കാലാവസ്ഥയിലും എത്തിച്ചേർന്നിട്ടുള്ള ഭക്തജനങ്ങളുടെ ഒട്ടും തന്നെ നമുക്കിതിനെ അത്രയും ഒരു ആവേശമാണ് കുട്ടികൾക്കെല്ലാം ഉള്ളത്. ഏകദേശം 4:30 മണിക്ക് ഇവിടെ നിന്ന് ആരംഭിക്കാൻ സാധിക്കും. കുന്തിപ്പുഴ ബൈപ്പാസ് വഴി നേരെ ആറാട്ടുകടവിൽ എത്തിയിട്ടാണ് നിമജ്ജനം ചെയ്യുന്നത്. തികച്ചും പ്രതിസൗഹൃദമായ വസ്തുക്കൾ കൊണ്ട് നിർമ്മിച്ചതാണ് ഈ വിഗ്രഹങ്ങളെല്ലാം തന്നെ. ഏകദേശം 75-80ഓളം വിഗ്രഹങ്ങളാണ് വരുന്നത്. മണ്ണാർക്കാട്, തച്ചനാട്ടുകര, അലനല്ലൂര്, കോട്ടപ്പാടം. പാലക്കാട് ജില്ലാ മുസ്ലിം ലീഗ് സമ്മേളനത്തിന്റെ ഭാഗമായി ജില്ലാ വനിതാ ലീഗ് പ്രതിനിധി സമ്മേളനം ഓഗസ്റ്റ് 30 രാവിലെ 9 മുതൽ ആമയൂർ OPH കൺവെൻഷൻ സെന്ററിൽ നടക്കും. മുസ്ലിം ലീഗ് ദേശീയ വൈസ് പ്രസിഡന്റ് MP അബ്ദുസമ്മദ് സമദാനി MP സമ്മേളനം ഉദ്ഘാടനം ചെയ്യുമെന്ന് സംഘാടക സമിതി ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. സെപ്റ്റംബർ 25, 26, 27 തീയതികളിലാണ് മുസ്ലിം ലീഗ് പാലക്കാട് ജില്ലാ സമ്മേളനം നടക്കുന്നത്. ത്രിതല പഞ്ചായത്ത് തെരഞ്ഞെടുപ്പുകളിൽ വനിതകളുടെ പ്രവർത്തനം ഉറപ്പുവരുത്താൻ കൂടിയാണ് സമ്മേളനം ലക്ഷ്യം വയ്ക്കുന്നത്. മുസ്ലിം ലീഗ് ദേശീയ വൈസ് പ്രസിഡന്റ് MP അബ്ദുസമ്മദ് സമദാനി MP സമ്മേളനം ഉദ്ഘാടനം ചെയ്യും. ദേശീയ സെക്രട്ടറി ജയന്തി രാജൻ, മുസ്ലിം ലീഗ് സംസ്ഥാന വൈസ് പ്രസിഡന്റ് CMA കരീം, സെക്രട്ടേറിയറ്റ് അംഗം MA സമദ്, വനിതാ ലീഗ് സംസ്ഥാന പ്രസിഡന്റ് സുഹറ മമ്പാട്, സംസ്ഥാന വൈസ് പ്രസിഡന്റ് ഷാഹിന നിയാസ്, മറ്റ് ജില്ലാ മണ്ഡലം നേതാക്കൾ എന്നിവർ പങ്കെടുക്കും. ജില്ലയുടെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് 2500 പ്രതിനിധികൾ പങ്കെടുക്കുമെന്നും വനിതാ ലീഗ് പ്രസിഡന്റ് ജമീല ഹുസൈൻകുട്ടി, പാലക്കാട് ജില്ലാ സെക്രട്ടറി റഫീഖ പാറക്കോട്ടിൽ, ജില്ലാ ട്രഷറർ റിസ്വാന ബീഗം, ജില്ലാ വൈസ് പ്രസിഡന്റ് ഫരീദ ഇബ്രാഹിംകുട്ടി, പട്ടാമ്പി മണ്ഡലം സെക്രട്ടറി മുനീറ ഉനൈസ് എന്നിവർ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. അതിജീവന രാഷ്ട്രീയത്തിൻ്റെ 7.5 പതിറ്റാണ്ട് എന്ന ക്യാപ്ഷനോടുകൂടി പാലക്കാട് ജില്ലാ മുസ്ലിം ലീഗിൻ്റെ സമ്മേളനം 2025 സെപ്റ്റംബർ 25, 26, 27 തീയതികളിൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. അതിനോടനുബന്ധിച്ചുള്ള പോഷക ഘടകങ്ങളുടെ സമ്മേളനങ്ങൾ വിവിധ മണ്ഡലങ്ങളിൽ നടന്നുകൊണ്ടിരിക്കുന്നു. അതിനോട് അനുബന്ധിച്ച വനിതാ ലീഗിൻ്റെ സമ്മേളനം, വനിതാ ജന സമ്മേളനം ഓഗസ്റ്റ് 30 ശനിയാഴ്ച ആമയൂർ OPH കൺവെൻഷൻ സെൻറ്ററിൽ വെച്ച് നടക്കുകയാണ്. മുസ്ലിം ലീഗ് പാർട്ടിയുടെയും വനിതാ ലീഗിൻ്റെയും പാലക്കാട് ജില്ലയിലെ ശക്തി തെളിയിക്കുന്ന സമ്മേളനമാണ് നടത്തുന്നത്. ത്രിതല പഞ്ചായത്ത് തെരഞ്ഞെടുപ്പുകളിൽ വനിതകളുടെ പ്രവർത്തന പങ്കാളിത്തം ഉറപ്പുവരുത്തൽ കൂടി ഈ സമ്മേളനം ലക്ഷ്യം വെക്കുന്നു.
ഒറ്റപ്പാലം NSS താലൂക്ക് യൂണിയൻ ആസ്ഥാനത്ത് സ്ഥാപിച്ച മന്നത്ത് പത്മനാഭന്റെ വെങ്കല പ്രതിമയുടെ സമർപ്പണവും താലൂക്ക് സമ്മേളനവും ആഗസ്റ്റ് 31 നടക്കും. താലൂക്ക് യൂണിയൻ പ്രസിഡന്റ് P. നാരായണനും മറ്റ് ഭാരവാഹികളും വാർത്താസമ്മേളനത്തിലാണ് ഇക്കാര്യം അറിയിച്ചത്. NSS ഒറ്റപ്പാലം താലൂക്ക് യൂണിയന്റെ സപ്തതി വർഷാചരണത്തിന്റെ ഭാഗമായി സ്ഥാപിച്ച സമുദായ ആചാര്യൻ മന്നത്ത് പത്മനാഭന്റെ അർദ്ധകായ വെങ്കല പ്രതിമയുടെ സമർപ്പണവും താലൂക്ക് സമ്മേളനവുമാണ് ഓഗസ്റ്റ് 31 രാവിലെ 8:15-നും 9:15-നും മധ്യേ യൂണിയൻ മന്ദിരത്തിൽ വെച്ച് നടക്കുന്നത്. NSS ഡയറക്ടർ ബോർഡ് മെമ്പറും ഒറ്റപ്പാലം യൂണിയൻ പ്രസിഡന്റുമായ P. നാരായണൻ വെങ്കല പ്രതിമയുടെ സമർപ്പണം നടത്തും. തുടർന്ന് 9:30-ന് ഒറ്റപ്പാലം ട്രെയിനിംഗ് കോളേജ് ഓഡിറ്റോറിയത്തിൽ വെച്ച് നടക്കുന്ന താലൂക്ക് സമ്മേളനം NSS ഡയറക്ടർ ബോർഡ് മെമ്പറും ചേർത്തല യൂണിയൻ പ്രസിഡന്റുമായ പ്രൊഫസർ ഇലഞ്ഞിയിൽ രാധാകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്യുമെന്ന് ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. രൂപീകൃതമായിട്ട് 70 വർഷം പൂർത്തിയാണ്. അതിൻ്റെ ഭാഗമായി സമുദായാചാര്യൻ മന്നത്ത് പത്മനാഭന്റെ അർദ്ധകായ വെങ്കല പ്രതിമ സമർപ്പണവും അതുപോലെ തന്നെ താലൂക്ക് സമ്മേളനവും നമ്മൾ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. 31-ാം തീയതി നടക്കുന്ന സമ്മേളനത്തിന് വെങ്കല പ്രതിമ നമ്മുടെ ബഹുമാനപ്പെട്ട യൂണിയൻ പ്രസിഡന്റും ഡയറക്ടർ ബോർഡ് മെമ്പറുമായ നാരായണ സാർ നിർവഹിക്കുന്നതാണ്. തുടർന്നുള്ള താലൂക്ക് സമ്മേളനത്തിൽ ഉദ്ഘാടനം ചേർത്തല NSS താലൂക്ക് യൂണിയൻ പ്രസിഡന്റും ഡയറക്ടർ ബോർഡ് മെമ്പറുമായ ഇലഞ്ഞിയിൽ രാധാകൃഷ്ണൻ അവർ നിർവഹിക്കുന്നതോടൊപ്പം തന്നെ നമ്മുടെ മുഖ്യ പ്രഭാഷണം നടത്തുന്നതിന് നായർ സർവീസ് സൊസൈറ്റിയുടെ ആരാധ്യനായ സംഘടനാ ശാഖയുടെ മേധാവി കരവൻ രജിസ്ട്രാർ DB ശശിധരൻ നായർ എത്തിച്ചേരുന്നതാണ്. അപ്പോൾ ഇങ്ങനെ നമ്മൾ അറേഞ്ച് ചെയ്തിരിക്കുന്ന പരിപാടിയുടെ ഭാഗമായി ആദ്യം അനാച്ഛാദന കർമ്മം രാവിലെ 8:15-നും 9:15-നും മധ്യേ നമ്മുടെ യൂണിയൻ്റെ മന്ദിരത്തിൽ വെച്ച് നടത്തുകയും ശേഷം നടക്കുന്ന സമ്മേളനം ട്രെയിനിങ് കോളേജ് ഒറ്റപ്പാലം ട്രെയിനിങ് കോളേജ് NSS ട്രെയിനിങ് കോളേജ് വെച്ച് നടത്തുവാനാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. അതിനോട് മുന്നോടിയായിട്ട് നമ്മൾ മേഖലാതലത്തിൽ ഒരു 7 മേഖലകളിലായി പര്യടനം നടത്തിയിരുന്നു. നമ്മുടെ അർദ്ധകായ വെങ്കല പ്രതിമയുമായിട്ടുള്ള ഒരു സ്വീകരണ യോഗവും പൊതുയോഗങ്ങളും നമ്മൾ നടത്തിയിരുന്നു. 1200-ഓളം പേർ സമ്മേളനത്തിൽ പങ്കെടുക്കും. ഒറ്റപ്പാലത്ത് വിളിച്ചു ചേർത്ത വാർത്താ സമ്മേളനത്തിൽ യൂണിയൻ പ്രസിഡന്റ് P. നാരായണൻ, യൂണിയൻ സെക്രട്ടറി KB. ജയചന്ദ്രൻ, യൂണിയൻ വൈസ് പ്രസിഡന്റ് M. മോഹനൻ മാസ്റ്റർ, P. മുരളീധരൻ, M. രാജഗോപാലൻ തുടങ്ങിയവർ പങ്കെടുത്തു. ഓണത്തോടനുബന്ധിച്ച് പെരിന്തൽമണ്ണ ബ്ലോക്ക് പഞ്ചായത്തിൽ സംഘടിപ്പിച്ച കാർഷിക വിജ്ഞാന വിപണന മേള സമാപിച്ചു. 3 ദിവസങ്ങളിലായി നടന്ന മേള ജനപങ്കാളിത്തം കൊണ്ട് ശ്രദ്ധേയമായി. ഓണത്തോടനുബന്ധിച്ച് പെരിന്തൽമണ്ണ ബ്ലോക്ക് പഞ്ചായത്തും കൃഷിവകുപ്പിന്റെ ഭാഗമായുള്ള ആത്മയും അഗ്രോ സർവീസ് സെന്ററും വിവിധ വകുപ്പുകളും സംയുക്തമായാണ് കാർഷിക വിജ്ഞാന വിപണന മേള സംഘടിപ്പിച്ചത്. നിലവിലെ ബ്ലോക്ക് പഞ്ചായത്ത് ഭരണസമിതിയുടെ അവസാന ഓണമായതിനാൽ ഓർമ്മിക്കാൻ ഒരു ഓണം എന്ന പേരിൽ വിപുലമായ ഓണാഘോഷ പരിപാടികളാണ് നടന്നത്. 3 ദിവസത്തെ കാർഷിക വിജ്ഞാന വാണിജ്യ വിപണന മേള ശ്രദ്ധേയമായി. പഞ്ചായത്ത് അങ്കണത്തിലാണ് കാർഷിക വിപണന മേള ഒരുക്കിയത്. ജൈവ പച്ചക്കറികൾ, ഭക്ഷ്യവിഭവങ്ങൾ, കാർഷിക ഉൽപ്പന്നങ്ങൾ, തുണിത്തരങ്ങൾ, കാർഷിക ഉപകരണങ്ങൾ, യന്ത്രസാമഗ്രികൾ, ചെടികൾ തുടങ്ങിയവ മേളയിൽ പ്രദർശിപ്പിച്ചു. വാണിജ്യ വിപണന മേളയുടെ ഭാഗമായി കാർഷിക സെമിനാർ നടന്നു. വിഭവസമൃദ്ധമായ ഓണസദ്യയും ഒരുക്കിയിരുന്നു. 2-ാം ദിവസം പട്ടികജാതി കർഷകർക്കും കർഷക തൊഴിലാളികൾക്കും പ്രത്യേക കൃഷി വിജ്ഞാന സദസ്സ് സംഘടിപ്പിച്ചു. മേളയുടെ 3-ാം ദിനത്തിൽ ശാസ്ത്രീയ മണ്ണ് പരിപാലനം വിഷയത്തിൽ സെമിനാർ നടന്നു. കൃഷി അസിസ്റ്റന്റ് ഡയറക്ടർ ജംഷീർ സെമിനാർ നയിച്ചു. കൃഷിവകുപ്പിന്റെ മൊബൈൽ മണ്ണ് പരിശോധനാ ലാബിലൂടെ കർഷകരുടെ മണ്ണ് സാമ്പിൾ പരിശോധന നടത്തി പരിശോധനാ ഫലങ്ങൾ വിതരണം ചെയ്തു. കൃഷി എഞ്ചിനീയറിംഗ് വിഭാഗത്തിന്റെ ആഭിമുഖ്യത്തിൽ കാർഷിക യന്ത്രങ്ങളുടെ സർവീസ് ക്യാമ്പും നടന്നു. ബുധനാഴ്ചയാണ് കാർഷിക വിജ്ഞാന വാണിജ്യ വിപണന മേള സമാപിച്ചത്. കരിമ്പുഴ ഗ്രാമപഞ്ചായത്ത് നിറവോണം എന്ന പേരിൽ അതിദരിദ്ര വിഭാഗക്കാർക്ക് ഓണക്കിറ്റ് വിതരണം നടത്തി. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് KM ഹനീഫ ഉദ്ഘാടനം നിർവഹിച്ചു. ആഘോഷവേളകളിൽ മാത്രമല്ലാതെ 2 മാസത്തിൽ ഒരിക്കലെങ്കിലും ഭക്ഷ്യധാന്യ കിറ്റ് കൊടുക്കാൻ സർക്കാർ മുൻകൈയെടുക്കണമെന്ന് പ്രസിഡന്റ് KM ഹനീഫ അഭിപ്രായപ്പെട്ടു. പാലത്തിന്റെ അടിയിൽ, കൽവർത്തിന്റെ അടിയിൽ, സ്കൂളിന്റെ വരാന്തയിൽ, കടയുടെ ചില്ലയിലൊക്കെ കിടന്നുറങ്ങുന്നതുമായ ആളുകൾ ഉള്ള എല്ലാവരും കൂടി ചേർന്നിട്ടുള്ളതാണ് നമ്മളുടെ ജീവിതം എന്ന് പറയുന്നത്. അതിലോരോ കാറ്റഗറി തിരഞ്ഞെടുക്കേണ്ടത് അതിന്റെ അനിവാര്യത ഉണ്ടാകും എന്നുള്ളത് കൊണ്ടായിരിക്കാം ഒരുപക്ഷെ തിരഞ്ഞെടുത്തിട്ടുണ്ടായിരിക്കാം. ഏതായാലും ഈ ഒരു വിഭാഗം ആളുകളെ തിരഞ്ഞെടുത്ത് അവരുടെ ജീവിതോപാധി വർദ്ധിപ്പിക്കാനും അവരുടെ ജീവിത രീതി മെച്ചപ്പെടുത്താനും നിങ്ങളെ അങ്ങനെ സഹായിക്കാനും ഗ്രാമപഞ്ചായത്തുകൾക്കൊക്കെ മുൻതൂക്കം നൽകിക്കൊണ്ട് ഗ്രാമപഞ്ചായത്തിലെ അവരുടെ ഉത്തരവാദിത്വം, ഈ പറയുന്ന കാറ്റഗറിയിൽപ്പെട്ട ആളുകളുടെയൊക്കെ ഉത്തരവാദിത്വം ഗ്രാമപഞ്ചായത്തിനെ ഏൽപ്പിച്ചു കൊടുക്കുകയാണ് സർക്കാരുകൾ ചെയ്യുന്നത്. വൈസ് പ്രസിഡന്റ് N. സാജിർ അധ്യക്ഷയായി. മെമ്പർമാരായ സമീറ സലീം, ഉമർകുന്നത്ത്, KK ഷൗക്കത്ത്, ബഷീർ, EP, K. രജിത, ഫസീല നൌഷാദ്, ചാമിസി, പ്രഭാവതി, വിജിത, നിഷാരാമൻ, ഖദീജ കാസിം, കുടുംബശ്രീ ചെയർപേഴ്സൺ ഇന്ദിര തുടങ്ങിയവർ സംസാരിച്ചു. കരിങ്കലത്താണി ഫാത്തിമ മെമ്മോറിയൽ ഹയർ സെക്കൻഡറി സ്കൂളിലെ NSS യൂണിറ്റ് അർഹതപ്പെട്ട കുടുംബങ്ങൾക്ക് ഓണക്കിറ്റുകൾ വിതരണം ചെയ്തു. തച്ചനാട്ടുകര ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് KPM സലീം ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു.
സ്കൂളിന്റെ പരിസര പ്രദേശങ്ങളിലെ അർഹതപ്പെട്ടവർക്കും പാലിയേറ്റീവ് കെയറിന് കീഴിലുള്ള കിടപ്പ് രോഗികൾക്കുമാണ് കിറ്റ് നൽകിയത്. സ്കൂളിൽ നടന്ന ചടങ്ങ് തച്ചനാട്ടുകര ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് KPM സലീം ഉദ്ഘാടനം ചെയ്തു. വാർഡംഗം സഫിയ PT അധ്യക്ഷയായി. പ്രിൻസിപ്പൽ K പ്രമോദ്, NSS വളണ്ടിയർമാരായ CM മുഹമ്മദ് നിഷാൻ, MP മുഹമ്മദ് സഫ്വാൻ, NSS പ്രോഗ്രാം ഓഫീസർ ഡോക്ടർ PP ധന്യ, PTA പ്രസിഡന്റ് ഫൈസൽ പാലോത്ത്, അധ്യാപകരായ ഡോക്ടർ ശ്രീജിത്ത് R, ഫാത്തിമ KS, പ്രത്യുഷ തുടങ്ങിയവർ പങ്കെടുത്തു. വിദ്യാലയത്തിലെ കുട്ടികളുടെ ഓണം വ്യത്യസ്തമാക്കി പെരിന്തൽമണ്ണ പാതാക്കര AUP സ്കൂൾ. കുട്ടികൾക്ക് മാതാപിതാക്കൾക്കൊപ്പം ഓണസദ്യ ഒരുക്കിയാണ് സ്കൂളിൽ ഓണം ആഘോഷിച്ചത്. ഓണസദ്യയും പാട്ടും കളിയുമെല്ലാമായി കൊണ്ടാടിയ ഓണാഘോഷം കുട്ടികളിലും രക്ഷിതാക്കളിലും ആഹ്ലാദവും സന്തോഷവും നിറച്ചു. എൻ്റെ ഓണം എൻ്റെ സ്കൂളിൽ എൻ്റെ മാതാപിതാക്കൾക്കൊപ്പമായിരുന്നു. ഇങ്ങനെയായിരുന്നു പാതാക്കര AUP സ്കൂളിലെ എല്ലാ വിദ്യാർത്ഥികളുടെയും ഓണാഘോഷം. ഈ ഓണാഘോഷം വിദ്യാർത്ഥികളിലും രക്ഷിതാക്കളിലും ആഹ്ലാദവും സന്തോഷവും നിറച്ചു. വിദ്യാർത്ഥികളുടെ കൂടെ രക്ഷിതാക്കൾക്ക് സദ്യയൊരുക്കി. അധ്യാപകർ സദ്യ വിളമ്പി. നാട്ടുകാരും പങ്കുചേർന്നു. പാചകത്തിൽ വിദഗ്ധനായ ചീരട്ടമണ്ണ പൊട്ടേങ്ങൽ രമേശിൻ്റെ നേതൃത്വത്തിൽ 16 വിഭവങ്ങളടക്കം വിഭവസമൃദ്ധമായ ഓണസദ്യയാണ് ഒരുക്കിയത്. 2500 പേർക്ക് സദ്യ തയ്യാറാക്കിയിരുന്നു. എല്ലാവരും ഒന്നായ നന്മയുടെയും സാഹോദര്യത്തിൻ്റെയും സമ്മേളനവേദിയായി പാതാക്കര സ്കൂൾ അങ്കണം. ഒപ്പം കൂടിയിട്ട് ഞങ്ങൾ അടിച്ചു പൊളിച്ചു. പൂക്കളൊക്കെ ഇട്ടു. പായസമൊക്കെ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. നല്ല രസമായിരുന്നു. ഓണപ്പൂവൊക്കെ ഇട്ടത് നല്ല രസമായിരുന്നു. ഓണം നല്ല പൊളിയായിരുന്നു. അടിപൊളിയായിരുന്നു ഫുഡ്. പിന്നെ ഓണപ്പൂക്കളൊക്കെ നന്നായി ചുറ്റിയിരുന്നു. നല്ല രസമായിരുന്നു. കൂട്ടുകാരൊക്കെ നല്ല ഓണമായിരുന്നു. കൂട്ടുകാരൊപ്പം ഞങ്ങൾ അടിച്ചു പൊളിച്ചു. നമ്മുടെ ഈ സ്കൂളിലെ കുട്ടികളും രക്ഷിതാക്കളും ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിക്കുന്നത് കാണുമ്പോൾ തന്നെ മനസ്സിലേക്ക് കുളിർമ വന്നുകൊണ്ടിരിക്കുകയാണ്. കുട്ടികൾ അതേറെ കൊതിയോടെ കഴിക്കുന്നത് കാണുമ്പോൾ വളരെയധികം സന്തോഷം. ഒരുപാട് സന്തോഷമുണ്ട് കുട്ടികൾക്ക് ഒരുമിച്ച് ഇങ്ങനെ ഭക്ഷണം കഴിക്കാനും കൊടുക്കാനും രക്ഷിതാക്കളും ഒരുമിച്ച് കാണുമ്പോൾ തന്നെ വളരെയധികം സന്തോഷമാണ്. എല്ലാവിധ ആൾക്കാരും ഒരുമിച്ചിരുന്ന് ഈ ഓണസദ്യ കഴിക്കുന്നത് കാണുമ്പോൾ തന്നെ വളരെയേറെ സന്തോഷമുണ്ട്. പെരിന്തൽമണ്ണ നഗരസഭാ ചെയർപേഴ്സൺ P ഷാജി, വൈസ് ചെയർപേഴ്സൺ A നസീറ, ഏലംകുളം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് P സുധീർ ബാബു, സ്ഥിരം സമിതി അധ്യക്ഷരായി NP ഉണ്ണികൃഷ്ണൻ, MR മനോജ് തുടങ്ങിയവർ പങ്കെടുത്തു. ഇത്രയും ആളുകളെ ഉൾക്കൊള്ളാൻ സ്കൂൾ മുറ്റത്ത് വലിയ പന്തലൊരുക്കി. സ്കൂൾ മാനേജർ സുനിൽ ചെമ്പത്ത്, പ്രധാനാധ്യാപിക ശ്രീജ P, MPTA പ്രസിഡന്റ് P വിനോദ് തുടങ്ങിയവർ നേതൃത്വം നൽകി. പാതാക്കര AUP സ്കൂളിലെ മുഴുവൻ വിദ്യാർത്ഥികളും അധ്യാപകരും അവരുടെ മാതാപിതാക്കളും ഒത്തൊരുമിക്കുന്ന ഒരു വലിയ മുഹൂർത്തത്തിലാണ്, ഒരു സന്തോഷത്തിൻ്റെ ദിനത്തിലാണ് ഇന്നിവിടെ ഈ ഓണാഘോഷ പരിപാടി സംഘടിപ്പിക്കുന്നത്. എൻ്റെ ഓണം എൻ്റെ സ്കൂളിൽ എൻ്റെ മാതാപിതാക്കൾക്കൊപ്പം എന്ന ക്യാപ്ഷനോടുകൂടി, എന്ന ആശയത്തോടു കൂടിയാണ് ഈ ഓണാഘോഷം ഞങ്ങളിവിടെ സംഘടിപ്പിക്കുന്നത്. എല്ലാവിധ ജാതിമത വർഗ വർണ്ണ വിവേചനത്തിന് എല്ലാം എതിരായിക്കൊണ്ടുള്ള എല്ലാവരും ഒത്തുകൂടിയ ഒരു ശുഭമുഹൂർത്തമാണ് ഈ ഓണാഘോഷം ഇന്നിവിടെ നടക്കുന്നത്. നമുക്കറിയാം, ഓണം സമാധാനത്തിൻ്റെയും സാഹോദര്യത്തിൻ്റെയും ഐക്യത്തിൻ്റെയും എല്ലാം പ്രതീകമായിട്ടാണ് നമ്മൾ ഓണം ആഘോഷിക്കുന്നത്. ഇവിടെ കുട്ടികളുടെയും രക്ഷിതാക്കളുടെയും നാട്ടുകാരുടെയും എല്ലാവരുടെയും സഹകരണത്തോടു കൂടിയാണ് ഞങ്ങൾ ഇത്രയും വലിയൊരു പരിപാടി ഇവിടെ നടത്തിയിരിക്കുന്നത്. അപ്പോൾ ഇതിന് സഹകരിച്ച എല്ലാ നാട്ടുകാർക്കും പ്രത്യേകം നന്ദി പറയുന്നു. എല്ലാ വിദ്യാർത്ഥികളും എൻ്റെ ഓണം എൻ്റെ സ്കൂളിൽ എൻ്റെ രക്ഷിതാക്കൾക്കൊപ്പം എന്ന സന്ദേശം വ്യക്തിക്കൊണ്ട് ഒന്നിച്ച് മാതാപിതാക്കൾക്കൊപ്പം അവനാൻ്റെ സ്കൂളിൽ ഒന്നിച്ച് ഭക്ഷണം കഴിക്കാനുള്ള ഈ അവസരം എനിക്ക് തന്ന സ്കൂൾ മാനേജ്മെന്റിനെ, ഇതിന് സപ്പോർട്ട് ചെയ്ത എല്ലാ രക്ഷിതാക്കൾക്കും PTA വക അഭിനന്ദനങ്ങൾ നന്ദി അറിയിക്കുകയാണ്. പാതാക്കര സ്കൂളിൽ ഇത്രയും വിപുലമായിട്ട് ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു ഓണം ആഘോഷിക്കുന്നത്. ഇതിന് മുന്നോട്ട് വന്ന സ്കൂൾ മാനേജ്മെന്റിനും ടീച്ചേഴ്സിനും എല്ലാ PTA മെമ്പേഴ്സിനും നന്ദി രേഖപ്പെടുത്തുന്നു. അടിപൊളിയായിട്ട് പോണേ. പൂക്കളം ഇട്ടിട്ടുണ്ട്. അതുപോലെ തിരുവാതിര കളി ഉണ്ടായിരുന്നു. മെഗാ തിരുവാതിര ഒക്കെ ഉണ്ടായിരുന്നു. നല്ല അടിപൊളി സദ്യയും കാര്യങ്ങളും ഒക്കെ ആയിട്ട് മാനേജ്മെന്റ് നല്ല രീതിയിൽ തന്നെ ഈ ഓണാഘോഷം നടത്തിയിട്ടുണ്ട്. അതിന്റെ പേരിൽ എൻ്റെ പേരിലും മാനേജ്മെന്റിന്റെ പേരിലും എല്ലാവർക്കും മാതാപിതാക്കൾക്കും എല്ലാവർക്കും നന്ദി അർപ്പിക്കുന്നു. അധ്യാപികമാരും വിദ്യാർത്ഥിനികളും അമ്മമാരും ചേർന്ന് അവതരിപ്പിച്ച മെഗാ തിരുവാതിര കളിയോടെയാണ് സ്കൂളിലെ ഓണാഘോഷ പരിപാടികൾ ആരംഭിച്ചത്.
സ്ത്രീകൾ, യുവാക്കൾ, മുതിർന്നവർ ഉൾപ്പെടെ നൂറുകണക്കിന് ആളുകൾ ഓണാഘോഷത്തിൽ പങ്കാളികളായി. വിദ്യാർത്ഥികൾ ഓണപ്പാട്ടുകൾ പാടി ആഘോഷത്തിന് മാറ്റുകൂട്ടി. മുറ്റത്തെ പൂക്കളത്തിൽ വാടിയ പൂവണിയിൽ ഇത്തിരി പാൽ ചുരത്താൻ വാ, 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 ഉത്രാടപ്പൂനിലാവേ വാ. മുറ്റത്തെ പൂക്കളത്തിൽ വാടിയ പൂവണിയിൽ ഇത്തിരി പാൽ ചുരത്താൻ വാ, വാ, വാ. പൂർവ്വ വിദ്യാർത്ഥികളും തങ്ങൾ പഠിച്ച സ്കൂളിലെ ഓണാഘോഷത്തിൽ പങ്കെടുക്കാനെത്തിയിരുന്നു. സമത്വത്തിൻ്റെയും സമഭാവനയുടെയും ഓണക്കാല ഓർമ്മകളാണ് ഈ ഓണാഘോഷം ഏവർക്കും സമ്മാനിച്ചത്. ന്യൂസ് ബ്യൂറോ, പെരിന്തൽമണ്ണ. ഒരു ചെറിയ ഇടവേള കൂടി. കൂടുതൽ വാർത്തകൾ നോക്കാം. വാണിജ്യ വാർത്തകൾ. വിലക്കുറവിൻ്റെ വിസ്മയം തീർത്ത് മണ്ണാർക്കാട് മുല്ലാസ് വെഡ്ഡിംഗ് സെന്റർ. കുട്ടികൾ മുതൽ മുതിർന്നവർ വരെയുള്ളവരുടെ എല്ലാവിധ വസ്ത്രങ്ങളും ഹോൾസെയിൽ വിലയിലാണ് ഇവിടെ നൽകുന്നത്. ഓണം പ്രമാണിച്ച് വലിയ തിരക്കാണ് മുല്ലാസിൽ അനുഭവപ്പെടുന്നത്. നമ്മുടെ ബാഗി പാൻറ്റുകളൊക്കെ ഉണ്ട് കേട്ടോ. ഒരുപാട് കളക്ഷൻസ് ഉണ്ട്. ഇതിൽ ഒരുപാട് കളേഴ്സുകളുണ്ട്. നമ്മൾ 1000-1200 റേഞ്ച് വരുന്ന ബാഗിയാണ് നമ്മൾ കൊടുക്കുന്ന. വെറും 500 രൂപക്കാട്ടോ. 500 രൂപക്കാട്ടോ. ഒരുപാട് കളേഴ്സുകളുണ്ട് കേട്ടോ. നല്ല നല്ല കളേഴ്സാണ്. നല്ല ക്വാളിറ്റി ഇല്ല, നല്ല മെറ്റീരിയലാണ്. ഒരുപാട് കളേഴ്സുകൾ ഉണ്ട്. ബ്ലാക്ക് ഉണ്ട്, ബ്ലൂ ഉണ്ട്, എല്ലാ കളേഴ്സുകളും ഉണ്ട്. അതുപോലെ നമ്മൾ കമ്പനി ഷർട്ടുകളൊക്കെ കേട്ടോ. കമ്പനി ഷർട്ടുകളാണ് ഇതെല്ലാം. നമ്മൾ 300 രൂപയ്ക്ക് കൊടുക്കുന്നത് കേട്ടോ. അടിപൊളി ഷർട്ടുകളാട്ടോ. 800-900 ഒക്കെ റേഞ്ച് വരുന്ന ഷർട്ടുകളാണ്. 300 രൂപക്കാണ് ഈ ഷർട്ടുകൾ കൊടുക്കുന്നത്. അടിപൊളി കളക്ഷൻ വന്നിട്ടുണ്ട് കേട്ടോ. ബെഡ്ഷീറ്റാണ് 450 കൊടുക്കുന്നത്. ഫാമിലി കോട്ട് ബെഡ്ഷീറ്റ് 2 പില്ലോ കവർ ഉണ്ടാവും. 4 സൈഡ് വക്കടിച്ചിട്ട് വരുന്നത് 2 പില്ലോ കവർ ഉണ്ടാവും. ഫാമിലി കോട്ട് ബെഡ്ഷീറ്റ് 1000-ൻ്റെ 450 രൂപ. അത്രയും കസ്റ്റമർ ഉണ്ടാവും. 4 സൈഡ് വക്കടിച്ച് വരുന്നത്. അതേപോലെ നമ്മൾ 800-900 റേഞ്ച് വരുന്ന ഷർട്ടുകൾ 190 രൂപ കൊടുക്കുന്നുണ്ട് കേട്ടോ. അടിപൊളി ഷർട്ടുകൾ 190 രൂപക്കാണ് ഷർട്ട് കൊടുക്കുന്നത് കേട്ടോ. വെറൈറ്റി കളക്ഷനുകളാണ്. 190 രൂപയുള്ള ഷർട്ടില് ഒരുപാട് കളക്ഷൻ ഉണ്ട് കേട്ടോ. 190-ലെ ഉണ്ടാവും. 190 രൂപയുള്ള ഷർട്ട്. ഷർട്ടുകൾ, പാൻറ്റുകൾ, ടീഷർട്ടുകൾ, ചുരിദാറുകൾ, ടോപ്പുകൾ, കുട്ടികളുടെ ഫ്രോക്കുകൾ തുടങ്ങി എല്ലാത്തരം തുണിത്തരങ്ങളും ഹോൾസെയിൽ വിലയിൽ ലഭിക്കും. മണ്ണാർക്കാട്ടുകാർക്ക് പുറമെ ജില്ലയുടെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ളവരും വിലക്കുറവറിഞ്ഞ് മുല്ലാസിലെത്തുന്നുണ്ട്. പാലക്കാട് കൊടുവായൂരിൽ നിന്നെത്തിയവർ മുല്ലാസിലെ ഷോപ്പിംഗ് അനുഭവം പങ്കുവച്ചു. ഇതിൽ നല്ല ലാഭമാണ്. അറിഞ്ഞു വന്ന് നമ്മൾ നോക്കിയാലേ അറിയുള്ളൂ. കേട്ടത് വല്ലതും നമ്മൾ നോക്കി എടുക്കണ്ടേ. സൂപ്പർ സാധനം. അവിടെയും കിട്ടാത്തത് സൂപ്പറായിട്ടുണ്ട്. നല്ല വില കുറവ്. നമ്മൾ വേഗം പോകാമെന്ന് പറഞ്ഞിട്ട് വന്ന ആൾക്കാരാണ്. പക്ഷേ എടുത്ത് കഴിയുമ്പോൾ നോക്കി നമുക്ക് കൺഫ്യൂഷൻ ആവും. അത്രയും വില കുറവാണ്. 1200 രൂപ വരെ വിലയുള്ള പാൻറ്റുകളും ജീൻസുകളും 500 രൂപയ്ക്കും, 800 രൂപ വിലയുള്ള ഷർട്ടുകൾ 190 രൂപ മുതലും, 800 രൂപ വരെ വിലയുള്ള ബ്രാൻഡഡ് ടീഷർട്ടുകൾ 300 രൂപ മുതലും ലഭിക്കും. 1200 രൂപ വിലയുള്ള ബെഡ്ഷീറ്റുകൾ 450 രൂപയ്ക്കാണ് നൽകുന്നത്. ചുരിദാറുകളും ടോപ്പുകളും ഉൾപ്പെടെയുള്ള ലേഡീസ് ഐറ്റങ്ങളും ഹോൾസെയിൽ വിലയിലാണ്. കുട്ടികളുടെ വസ്ത്രങ്ങൾ 100 രൂപ മുതലാണ് ആരംഭിക്കുന്നത്. ഓണം പ്രമാണിച്ച് പുതുപുത്തൻ മോഡലുകളുടെ സ്റ്റോക്കാണ് ഒരുക്കിയിട്ടുള്ളത്. ഞെട്ടിക്കുന്ന വിലക്കുറവാണ് മുല്ലാസിൽ. വിലക്കുറവ് പ്രയോജനപ്പെടുത്തുന്നവരുടെ വലിയ തിരക്കാണ് അനുഭവപ്പെടുന്നതെന്ന് മുല്ലാസ് പ്രതിനിധി പറഞ്ഞു. ഓണായിട്ട് തകർപ്പൻ ഓഫറാണ് നമ്മൾ കാഴ്ചവെച്ചത്. ഷർട്ടുകളുണ്ട്, അതേപോലെ പാൻറ്, ടീഷർട്ട്, ചുരിദാർ, ടോപ്പുകൾ, സാരികൾ, കുട്ടികൾക്കുള്ള എല്ലാ ഐറ്റംസും ഉണ്ട്. കുട്ടികൾക്ക് 100 രൂപ മുതൽ തന്നെ കുട്ടികൾക്കുള്ള ഫ്രോക്കുകൾ, കുട്ടികളുടെ ടീഷർട്ട്, പാൻറ്റുകളൊക്കെ 100 രൂപ സ്റ്റാർട്ടിങ് മുതലുണ്ട്. എല്ലാം ഹോൾസെയിൽ വിലയിലായിട്ട് നമ്മൾ കൊടുക്കുന്നത്. അതുപോലെ നല്ല ഷർട്ടുകളൊക്കെ 800-700 റേഞ്ച് വരുന്ന ഷർട്ടുകളൊക്കെ 190 രൂപ മുതൽ സ്റ്റാർട്ടിങ്ങിലുണ്ട് കേട്ടോ. അതുപോലെ 1000-1200 പാൻറ്റുകൾ 500 രൂപയ്ക്ക് ഉണ്ട്. അതുപോലെ 300 രൂപയ്ക്ക് നമ്മൾ പാൻറ് ഇട്ടിട്ടുണ്ട്. ഡബിൾ മുണ്ട് 700-800 റേഞ്ച് വരുന്ന ഡബിൾ മുണ്ടൊക്കെ 300 രൂപ മുതൽ സ്റ്റാർട്ടിങ്ങിലുണ്ട്. നല്ല മുണ്ടുകളുണ്ട്. അതുപോലെ ടീഷർട്ട് 700-800 റേഞ്ച് വരുന്ന കമ്പനി ടീഷർട്ടൊക്കെ വെറും 300 രൂപയ്ക്ക് നമ്മൾ കൊടുക്കുന്നുണ്ട്. ഒരുപാട് വെറൈറ്റി കളക്ഷൻ നമ്മൾ ഒരുക്കിയിട്ടുണ്ട്. ഗൃഹോപകരണങ്ങൾക്ക് മറ്റെങ്ങുമില്ലാത്ത വിലക്കുറവുമായി
മലബാർ പ്ലസ് ഹോം അപ്ലയൻസസ്. വിലക്കുറവിന് പുറമെ മറ്റനേകം സമ്മാനങ്ങളും മലബാർ പ്ലസിൽ ഓണത്തോടനുബന്ധിച്ച് നൽകുന്നുണ്ട്. ഓണത്തിന് ഗൃഹോപകരണങ്ങൾ വാങ്ങാൻ ഉദ്ദേശിക്കുന്നവരാണ് നിങ്ങളെങ്കിൽ മറ്റൊന്നും ചിന്തിക്കാതെ ചെർപ്പളശ്ശേരി മഞ്ചക്കല്ലിലെ മലബാർ പ്ലസിലേക്ക് പോന്നോളൂ. ഓണായിട്ട് വമ്പിച്ച ഓഫറുകളാണ് നമ്മളെ മലബാർ പ്ലസ്സിലുള്ളത്. നമ്മളെ ഷോപ്പ് വരുന്നത് ചെർപ്പളശ്ശേരി പട്ടാമ്പി റോഡിൽ മഞ്ചക്കല്ല് എന്ന് പറഞ്ഞ സ്ഥലത്താണ്. നമ്മൾ ഒരുപാട് ഓഫറുകൾ നമ്മൾ എപ്പോഴും കൊടുക്കുന്നതാണ്. ഇൻഷാല്ല നമ്മൾ ഇപ്പോഴും കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ കേരളത്തിൽ എല്ലാ സ്ഥലത്തും നമുക്ക് ഡെലിവറി ചെയ്യാനുള്ള സംവിധാനങ്ങളുണ്ട്. എല്ലാ സാധനങ്ങളും നമ്മൾ കൊടുക്കുന്നത് പകുതി വിലക്കാണ്. അതുപോലെ തന്നെ നമ്മൾ ഈ പകുതി വിലക്ക് കൊടുക്കുമ്പോഴും ഓരോ പ്രൊഡക്റ്റിൻ്റെ കൂടെ നമ്മൾ അത്യാവശ്യം തരക്കേടില്ലാത്ത നിലയിലുള്ള നമ്മൾ ഓഫറുകളും കാര്യങ്ങളൊക്കെ കൊടുക്കുന്നുണ്ട്. പിന്നെ ഇൻഷാല്ല നമുക്ക് ഈ ഓണം കഴിഞ്ഞാലും നമുക്ക് ഓഫറുകളൊക്കെ ഉണ്ട്. പക്ഷേ ഓണത്തിന് പ്രത്യേക ഓഫറാണ്. അതുപോലെ എല്ലാ ഐറ്റം ഇലക്ട്രോണിക് സാധനത്തിൻ്റെ TV, ഫ്രിഡ്ജ്, വാഷിംഗ് മെഷീൻ എല്ലാ ഐറ്റം സാധനങ്ങളും നമ്മുടെ ഷോപ്പിലുണ്ട്. ഇൻഷാല്ല നിങ്ങളൊക്കെ നമ്മുടെ ഷോപ്പുമായിട്ട് സഹകരിക്കണം. നമ്മുടെ ഷോപ്പിനെ എത്രത്തോളം ഉയർച്ചയിലേക്ക് കൊണ്ടുവരാൻ പറ്റും ആ നിലക്കൊക്കെ നിങ്ങളൊക്കെ നമ്മുടെ വീഡിയോ എല്ലാ ആളുകളിലേക്കും ഷെയർ ചെയ്ത് എത്തിക്കണം. ഓണം പ്രമാണിച്ച് നമ്മുടെ കടയിൽ ഒന്നൊന്നര ഓഫറുകളാണ്. ഓടി ഓണായിട്ട് നമ്മൾ കുറെ അടിപൊളി ഓഫറാണ്. എല്ലാവരേക്കായും വലിയ ഓഫർ നമ്മൾ കൊടുക്കാൻ പോണത്. ഓഫർ പറഞ്ഞു കഴിഞ്ഞാൽ 28,000 രൂപ വില വരുന്ന ഈ TV നമ്മൾ കൊടുക്കുന്ന വെറും 19,800 രൂപക്കാണ്. 19,800 രൂപക്ക് 3 കൊല്ലത്തെ റീപ്ലേസ് വാറണ്ടി ഉള്ളതാണ് ഈ TV. ഓഫർ പറഞ്ഞാൽ ഇതാ 6,000 രൂപ വിലയുള്ള 6,000 രൂപ വിലയുള്ള 5.1 സ്പീക്കറും കൂടി നമ്മളിത് കൊടുക്കുന്നുണ്ട്. ഫിലിപ്സിന്റെ ബ്ലൂടൂത്ത് ഒക്കെ അടിപൊളി സ്പീക്കറാണിത്. വേറെ ഒരുപാട് ഓഫറുകളുണ്ട്. 32,000 രൂപ വില വരുന്ന അടിപൊളി കണ്ണാടി മാറ്റ ഗ്ലാസ് ഡോറുള്ള അടിപൊളി വലിയ ഫ്രിഡ്ജാണ്. ഈ ഫ്രിഡ്ജ് നമ്മൾ കൊടുക്കുന്നത് വെറും 20,800 രൂപക്കാണ്. 20,800 രൂപക്ക് കൊടുക്കുമ്പോൾ അതിന്റെ കൂടെ നമ്മൾ ഏകദേശം 10,000 രൂപ വില വരുന്ന ഒരു അടിപൊളി എയർ ഫെയറും കൂടി നമ്മൾ ഇതിന്റെ കൂടെ കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ 21,000 രൂപ വില വരുന്ന 5 വർഷത്തെ വാറണ്ടി ഉള്ള ചെറിയൊരു കറണ്ട് ബില്ല് വരുന്ന അടിപൊളി 11 കിലോന്റെ അടിപൊളി വാഷിംഗ് മെഷീനാണ്. എന്ത് കേട് വന്നതിനാലും വീട്ടിലൊന്ന് നേരേക്ക് തന്നെ സ്റ്റീലിന്റെ ഡ്രമ്മാണിത്. ഇത് 21,000 രൂപന്റെ ഈ സാധനം നമ്മൾ കൊടുക്കുന്നത് വെറും 14,800 രൂപക്കാണ്. അതിന്റെ ഓഫറാണ് ഇത്. നമുക്ക് 2,000 രൂപ വില വരുന്ന വലിയൊരു അടിപൊളി നമുക്ക് കുറേ പത്തിരക്ക് ചൂടാൻ പറ്റുന്ന ഒരു ചട്ടി കൂടി നമ്മൾ ഇതിന്റെ കൂടെ കൊടുക്കുന്നത് ഒക്കെ ഓണം ഓഫറാണ്. ഇനിയുണ്ട്. അതുപോലെ തന്നെ ഓണം പ്രമാണിച്ച് 48,000 രൂപ വില വരുന്ന ഈ ഒരു അടിപൊളി സ്പീക്കറാണ്. നമുക്ക് പാർട്ടി പരിപാടിക്കും നബിദിന പരിപാടിക്കും ഓണപരിപാടിക്കും എല്ലാ പരിപാടിക്കും പറ്റുന്ന ഈ സ്പീക്കർ നമ്മൾ കൊടുക്കും വെറും 33,500 രൂപക്കാണ്. എസിക്ക് ഓഫർ പറഞ്ഞാല് എസിക്ക് നമുക്ക് ഏകദേശം 32,000 രൂപ വില വരുന്ന DC ഇൻവേർട്ടറിന്റെ AC ആണ്. 10 വർഷത്തെ വാറണ്ടി ഉണ്ട്. എന്ത് കേട് വന്നതിനാലും വീട്ടിലെ ആള് വന്ന് നേരേക്ക് തരും. ഈ AC നമ്മൾ വെറും 23,000 രൂപക്കാണ്. 23,000 രൂപക്ക് 23,000 രൂപ കൊടുക്കുമ്പോൾ ബട്ടർഫ്ലൈയുടെ ഒരു അടിപൊളി ECU കൂടി നമ്മൾ ഇതിന്റെ കൂടെ കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ നമ്മൾ 6,300 രൂപ വില വരുന്ന 5 സ്റ്റാറിന്റെ 28 വാട്ട്സ് ഉള്ള 3 വർഷം കഴിഞ്ഞാൽ നമുക്ക് ബോർഡ് വാങ്ങാൻ കിട്ടുന്ന ഒരു അടിപൊളി BLDC ഫാനാണ്. ഈ 6,300 രൂപക്കാണ് അടിപൊളി ഫാൻ പറഞ്ഞാല് നമ്മൾ 6,300 രൂപക്കാണ് ഈ ഫാൻ കൊടുക്കുന്നത്. ഇതിന്റെ ഓഫർ പറഞ്ഞാൽ ഒരു ഫാന് വാങ്ങുമ്പോ ഇതിന്റെ കൂടെ നമ്മൾ ഒരു ഫാനും കൊടുക്കുക. അപ്പൊ 2 ഫാൻ നമ്മൾ വെറും 6,300 രൂപക്ക് നമ്മൾ കൊടുക്കുന്നത്. ഇത് ഈ ഫാനിന്റെ റിമോട്ടാണ്. ഇതിന്റെ റിമോട്ടാണ്. ഇത് റിമോട്ടുള്ള ഫാനാണ്. എല്ലാം അടിപൊളി തന്നെ സ്പോട്ട് വാറണ്ടിയാണ്. അതുപോലെ തന്നെ ഈ ഫാന് കേടുന്നതിന് വേറെ ഫാനാണ് തരുക സ്പോട്ടില്. അതുപോലെ തന്നെ നമ്മൾ അടിപൊളി നമ്മളെ കടകളിലൊക്കെ വെക്കാൻ പറ്റുന്ന VC കൂളറാണ്. ഈ VC കൂളർ 48,000 രൂപ വില ഉള്ളതാണ്. നമുക്ക് 4 വർഷത്തിന്റെ ഉള്ളിൽ ഇത് കേട് വരാന്നുണ്ടെങ്കിൽ പുതിയ ഒരു VC കൂളർ കൊണ്ടുവന്ന് വരും. ഒരു ദിവസം കറണ്ട് പോയാലും ഇത് പ്രശ്നമല്ല. ഈ 48,000 രൂപന്റെ സാധനം നമ്മൾ കൊടുക്കുന്നത് വെറും 34,800 രൂപക്കാണ്. എന്നാ ഇതും കൂടി ഈ ഒരു സാധനം നൂൽപുട്ട് ബീച്ചുന്ന ഓട്ടോമാറ്റിക് ആയിട്ട് നമ്മൾ റീചാർജ് ചെയ്ത് നൂൽപുട്ട് ബീച്ചുന്ന ഈ സാധനം കൂടി നമ്മൾ ഏകദേശം 5,000 രൂപ വില വരുന്ന ഈ സാധനം കൂടി ഇതിന്റെ കൂടെ നമ്മൾ ഫ്രീ ആയിട്ട് കൊടുക്കുന്നുണ്ട്.
അതുപോലെ തന്നെ ഓണം പ്രമാണിപ്പിച്ച് 3 ബർണർ, 4 ബർണർ, 2 ബർണർ, ഓട്ടോമാറ്റിക്, ഹോബ് എല്ലാ അടുപ്പുകളും നമ്മുടെ അടുത്തുണ്ട്. ഏത് അടുപ്പാണെങ്കിലും അതിന്റെ കൂടെ നമ്മളൊരു അടിപൊളി 3 ചട്ടിയുള്ള ഒരു തൂണി നമ്മൾ ഫ്രീ ആയിട്ട് കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ മലബാറിൽ നിന്ന് എന്ത് സാധനം വാങ്ങാന്നുണ്ടെങ്കിലും നമുക്ക് ഒരു ശതമാനം നമുക്ക് 0 പേയ്മെന്റിലും അതുപോലെ തന്നെ നമുക്ക് പലിശ ഇല്ലാതെയും നമുക്ക് സാധനം പ്രൊഡക്റ്റുകൾ നമുക്ക് വാങ്ങിക്കാൻ പറ്റും. നമുക്കിത് 5 വർഷത്തെ വാറന്റി ഉള്ളതാണ്. സാധനം കേടുന്നതിനെ പുതിയ സാധനം മാറ്റി തരാ. അതുപോലെ തന്നെ ഈ സാധനം ഒരു ദിവസം കറണ്ട് പോയാലും ഇറച്ചി മീൻ എന്ത് സാധനത്തിനുള്ളിൽ വെച്ച് കഴിഞ്ഞാലും ഒരു ദിവസം കറണ്ട് പോയാലും ഈ സാധനത്തിന് യാതൊരു പ്രശ്നം വരില്ല. അങ്ങനെ ഒരു അടിപൊളി സാധനമാണിത്. ഈ സാധനം നമുക്ക് 45,000 രൂപ വരെയുള്ളതാണ്. ഈ സാധനം നമ്മൾ വെറും 28,000 അതിന്റെ ഒപ്പം ഫ്രീ നമുക്ക് കൊടുക്കാം. 28,000 രൂപ വിലക്ക് നമ്മൾ കൊടുക്കും. അതിന്റെ കൂടെ ഒരു അടിപൊളി കുക്കറും കൂടി നമ്മൾ കൊടുക്കുന്നുണ്ട്. നമുക്ക് ബജാജിലാണ് ലോൺ വരുന്നത്. 1 രൂപ പോലും പലിശ അല്ലാതെ നമുക്ക് ഇത് എടുക്കാൻ പറ്റും. ഓണം പ്രമാണിച്ച് നമ്മളെ കടയിൽ നിന്ന് ഫ്രിഡ്ജ് വാങ്ങുന്ന മുഴുവൻ ആളുകൾക്കും നമുക്ക് 500 രൂപ വില വരുന്ന ഓണത്തിന് മാത്രമുള്ള പ്രത്യേക ഓഫറാണ്. ഓണം കഴിയുന്നത് വരെ മാത്രം നിൽക്കുന്ന ഓഫറാണ്. ഈ 500 രൂപ വില വരുന്ന സ്റ്റാൻഡ് എല്ലാ കസ്റ്റമർക്കും ഫ്രീ ആയിട്ട് നമ്മൾ ഇവിടുന്ന് കൊടുക്കുന്നതാണ്. ഓണം പ്രമാണിച്ചിട്ട് എല്ലാവർക്കും മലബാർ ഗ്രൂപ്പിന്റെ വമ്പിച്ച ഓണാശംസകൾ. അതിന്റെ കൂടെ അടിപൊളി ഓഫറാണ്, അടിപൊളി ഓഫറുകളും. മണ്ണാർക്കാട് UGS ഗ്രൂപ്പ് ഷെഫ് പാലാട്ടിൽ പൊന്നോണ സദ്യ. അമ്പലപ്പുഴ പായസം ഉൾപ്പെടെയുള്ള സ്വാദിഷ്ട വിഭവങ്ങൾ ഒരുക്കിയാണ് മണ്ണാർക്കാട് ഷെഫ് പാലാട്ട് തിരുവോണത്തെ വരവേൽക്കുന്നത്. ഉത്രാടം മുതലാണ് തിരുവോണ സദ്യ വിഭവങ്ങൾ ഒരുക്കിയിട്ടുള്ളത്. അമ്പലപ്പുഴ പാൽപ്പായസം, പഴപ്പായസം, പരിപ്പ് പായസം, അടപ്രഥമൻ, മാമ്പഴ പുളിശ്ശേരി അടക്കമുള്ള 27 ഇനം പ്രീമിയം സദ്യ 399 രൂപയിൽ ലഭ്യമാകും. പാലടപ്രഥമൻ, പരിപ്പ് പായസം എന്നിങ്ങനെ 2 ഇനം പായസമുള്ള 21 ഇന സദ്യയ്ക്ക് 299 രൂപ മാത്രം. 4 പേരടങ്ങുന്ന ഫാമിലിക്ക് 1200 രൂപയിൽ സദ്യ ആസ്വദിക്കാനാകുമെന്ന് UGS മാനേജിംഗ് ഡയറക്ടർ അജിത് പാലാട്ട് പറഞ്ഞു. നമുക്കറിയാം മണ്ണാർക്കാടിലേക്കുള്ള വഴി നെല്ലിപ്പുഴയുടെ താഴ്വരയിൽ എല്ലാവരെയും സ്വീകരിക്കാൻ തയ്യാറായി കഴിഞ്ഞ 1 വർഷക്കാലമായി ഹോട്ടൽ പാലാട്ട് റെസിഡൻസ് ഷെഫ് പാലാട്ട് പ്രവർത്തനം തുടങ്ങിയിട്ട് വളരെയധികം വൈവിധ്യങ്ങളായ അല്ലെങ്കിൽ രുചി വിഭവങ്ങൾ അടങ്ങിയ ഭക്ഷണങ്ങൾ നല്ല ഹൈജീൻ അന്തരീക്ഷത്തിൽ അതുപോലെ വിലയിലും സാധാരണക്കാർക്കും എല്ലാവർക്കും ഒരുപോലെ വന്ന് ആസ്വദിക്കാൻ കഴിയുന്ന രീതിയിൽ അതേ ആംബിയൻസിലും അതേ അന്തരീക്ഷത്തിലും അതേ വിലയിലും എല്ലാവർക്കും ഒരുപോലെ വന്ന് ആസ്വദിക്കാൻ പറ്റുന്ന രീതിയിൽ ഞങ്ങൾ ഒരുക്കിയിട്ട് 99 ഇതിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് എല്ലാവിധ ഐറ്റംസും അതിനൊപ്പം 4 തരം പായസങ്ങളാണ് ഞങ്ങളിതിൽ അവതരിപ്പിക്കുന്നത്. അതിൽ പാലട പ്രഥമൻ, അതുപോലെ പരിപ്പ് പായസം, പഴപ്രഥമൻ, അതുപോലെ അമ്പലപ്പുഴ പാൽപ്പായസം. നമുക്കറിയാം അമ്പലപ്പുഴ പാൽപ്പായസം വളരെയധികം ഫേമസ് ആണ്. ലാസ്റ്റ് വിഷുവിനും ഞങ്ങൾ ഷെഫ് പാലാട്ടിൽ അമ്പലപ്പുഴ പാൽപ്പായസം ഞങ്ങൾ ഉണ്ടാക്കിയിരുന്നു, ഓർഡർ എടുത്തിരുന്നു, കൊടുത്തിരുന്നു. പക്ഷെ അന്ന് അത് ഞങ്ങൾക്കത് വളരെയധികം നല്ല റെസ്പോൺസാണ് ആളുകളുടെ ഇടയിൽ നിന്ന് നമുക്ക് ലഭിച്ചിട്ടുള്ളത്. കാരണം വളരെയധികം റെയറാണ്, ഈ ഭാഗത്ത് ലഭ്യമല്ല. അപ്പോൾ തീർച്ചയായിട്ടും വീണ്ടും അത്തരത്തിലുള്ള നമ്മുടെ ഈ ഭാഗത്ത് ലഭിക്കാത്ത വിഭവങ്ങൾ നിങ്ങൾ പരീക്ഷിക്കണം എന്നൊക്കെയാണ് നമ്മളോടന്ന് നമ്മുടെ നല്ലവരായ കസ്റ്റമേഴ്സൊക്കെ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഇത്തവണ ഓണം നിങ്ങളെല്ലാവരും ഷെഫ് പാലാട്ടിനൊപ്പം ആഘോഷിക്കണം എന്നാണ് എനിക്ക് ഈ അവസരത്തിൽ പറയാനുള്ളത്. വിവിധ ഗ്രൂപ്പുകളുടെ ഓണാഘോഷങ്ങൾക്കായി 300 പേർക്ക് ഇരിക്കാവുന്ന ബാങ്കറ്റ് ഹാൾ, ചെറിയ ഗ്രൂപ്പുകൾക്കുള്ള ഹാളുകൾ, ഫാമിലി ഡൈനിങ് ഹാളുകളും നെല്ലിപ്പുഴ ഷെഫ് പാലാട്ടിൽ ലഭ്യമാണ്. നമുക്കറിയാം ഓണാഘോഷം എന്ന് പറയുമ്പോൾ നമ്മുടെ ഫ്രണ്ട്സ്, ഫാമിലി, നമ്മുടെ കൊളീഗ്സ് അല്ലെങ്കിൽ നാട്ടുകാർ, ക്ലബ്സ്, അങ്ങനെ എല്ലാവരും ഒന്നിച്ച് ഒത്തുകൂടുന്ന ഒരു സമയമാണ് ഓണം എന്നൊക്കെ പറയുമ്പോൾ. നമ്മുടെ എല്ലാവരുടെയും മലയാളികളുടെ ദേശീയോത്സവമാണ് ഓണം എന്നൊക്കെയാണ് നമ്മളൊക്കെ പറയാറുള്ളത്. അപ്പോൾ അത്തരത്തിൽ എല്ലാവർക്കും ഒരുമിച്ചിരുന്ന് കഴിക്കാൻ വളരെ വലിയൊരു ബാങ്കറ്റ് ഹാൾ ഉണ്ട്. ഏകദേശം 300 പേർക്ക് ഒരുമിച്ചിരുന്ന് മറ്റേ ഓണസദ്യ കഴിക്കാൻ പറ്റുന്ന രീതിയിൽ ഞങ്ങളുടെ മെയിൻ ബാങ്കറ്റ് ഹാളിനെ ഞങ്ങൾ ഒരുക്കിയിട്ടുണ്ട്. അതുപോലെ ചെറിയ ഗ്രൂപ്പുകൾക്ക് കഴിക്കാനായിട്ട് ഞങ്ങളുടെ ബോർഡ് റൂം ഞങ്ങൾ സജ്ജമാക്കിയിട്ടുണ്ട്. അതുപോലെ നമ്മുടെ ഫാമിലി ഡൈനിങ്, റെസ്റ്റോറൻറ്റ് എല്ലാം നമ്മൾ ഓണത്തിന് വേണ്ടി, ഉത്രാടം, തിരുവോണം, അവിട്ടത്തിന് വേണ്ടി നമ്മൾ നല്ല രീതിയിൽ നമ്മൾ ഒരുക്കിയിട്ടുണ്ട്. അപ്പോൾ ഇത്തവണ എല്ലാവരും ഓണം ഷെഫ് പാലാട്ടിനൊപ്പം ആഘോഷിക്കൂ. ജനറൽ മാനേജർ അഭിലാഷ് പാലാട്ട്, ഓപ്പറേഷൻ മാനേജർ രാജീവ് എന്നിവരും വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു.
മറ്റു വാർത്തകൾ. ചെർപ്പശ്ശേരി ശബരി സെൻട്രൽ സ്കൂളിൽ സ്നേഹ സദസ്സ് സംഘടിപ്പിച്ചു. സ്കൂളിലേക്ക് വിദ്യാർത്ഥികളെ കൊണ്ടുവരുന്ന ഓട്ടോ ടാക്സി ഡ്രൈവർമാരെ പരിപാടിയിൽ ആദരിച്ചു. വർഷങ്ങളായി ചെർപ്പശ്ശേരി ശബരി സെൻട്രൽ സ്കൂൾ തുടർന്നുവരുന്ന മാതൃകാപരമായ പ്രവർത്തനമാണ് സ്കൂളിലേക്ക് സ്ഥിരമായി വിദ്യാർത്ഥികളെ കൊണ്ടുവരുന്ന ഓട്ടോ ടാക്സി ഡ്രൈവർമാരെ ആദരിക്കുക എന്നുള്ളത്. ഓണത്തോടനുബന്ധിച്ച് സംഘടിപ്പിച്ചു വരാറുള്ള പരിപാടി വ്യാഴാഴ്ച ശബരി സെൻട്രൽ സ്കൂൾ അങ്കണത്തിൽ വെച്ച് നടന്നു. ചെർപ്പശ്ശേരി, പൊട്ടച്ചിറ, ശബരി സ്കൂളുകളിലേക്ക് വിദ്യാർത്ഥികളെ കൊണ്ടുവരുന്ന 100ഓളം ഓട്ടോ ടാക്സി ഡ്രൈവർമാരെയാണ് പരിപാടിയിൽ ആദരിച്ചത്. ഈ മേഖലയിൽ 25 വർഷം പൂർത്തീകരിച്ച രാമദാസ്, സിദ്ദിഖ് എന്നിവരെ സ്കൂൾ മാനേജ്മെന്റ് പ്രത്യേകം അനുമോദിച്ചു. ഡ്രൈവർമാർക്ക് ഓണഭക്ഷ്യക്കിറ്റ് കൈമാറിയാണ് ആദരിച്ചത്. സ്കൂൾ മാനേജിംഗ് ട്രസ്റ്റി SK ശ്രീകുമാർ പരിപാടി ഉദ്ഘാടനം ചെയ്തു. മഹാമാരിയായ കോവിഡ് സമയത്ത് ഓൺലൈൻ ക്ലാസ്സുകളിലേക്ക് നീങ്ങിയപ്പോൾ നിങ്ങൾക്ക് കുട്ടികളെ കൊണ്ടുവരാൻ പറ്റാത്ത സാഹചര്യം വന്നപ്പോൾ നിങ്ങൾക്കൊരു കൈത്താങ്ങ് എന്ന നിലയിൽ നമ്മൾ അന്നത്തെ കുറച്ച് പേരെ വിളിച്ചുകൊണ്ടൊരു ചെറിയൊരു ഉപഹാരം ഇവിടെ നൽകുകയുണ്ടായി. അതിൽ നിന്ന് കിട്ടിയ പ്രചോദനമാണ് ഒരു സത്യം പറഞ്ഞു കഴിഞ്ഞാൽ തുടർന്ന് പോകാനുള്ള ഒരു സാഹചര്യം ഒരുക്കിയത്. കാരണം അന്ന് നമ്മൾ കൊടുത്ത് 30-35 കിറ്റുകളാണെങ്കിൽ അത് എത്രത്തോളം വില മതിക്കുന്നതായിരുന്നു എന്നുള്ളത് അതിനുശേഷം റോഡിലേക്ക് ഇറങ്ങിയപ്പോൾ പലരിൽ നിന്ന് കേൾക്കാനിടയായി. ഓട്ടോറിക്ഷക്കാരുടെ നിങ്ങളുടെ സന്തോഷം നിങ്ങളിങ്ങനെ പറഞ്ഞു, ഒരു സ്കൂളും ചെയ്യാത്ത രീതിയിൽ ഞങ്ങളത് ചേർത്ത് പിടിച്ച ശബരി സ്കൂളാണ് എന്നതിൽ നിങ്ങൾ പറഞ്ഞ അനുഭവങ്ങൾ കൊണ്ട് പലരും എന്നെ നേരിട്ട് വിളിച്ച് പറയുകയുണ്ടായി. ഏറ്റവും മഹത്തരമായ ഒരു കാര്യമായിരുന്നു അത് എന്നുള്ളത്. അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർ സിന്ധു KN, പ്രിൻസിപ്പൽ ഡോക്ടർ അനിൽകുമാർ, പൊട്ടച്ചിറ സ്കൂൾ പ്രിൻസിപ്പൽ രാജേന്ദ്രൻ നായർ, സ്കൂളിലെ കൗൺസിലർമാരായ പ്രജിത, സൈദലവി തുടങ്ങിയവർ പങ്കെടുത്ത് സംസാരിച്ചു. വാക്കോ കേരള സ്റ്റേറ്റ് മത്സരത്തിൽ പങ്കെടുത്ത് വിജയിച്ച ഗവൺമെന്റ് ഓറിയന്റൽ ഹയർ സെക്കൻഡറി സ്കൂൾ ടീമിനെ MSF എടത്തനാട്ടുകര മേഖലാ കമ്മിറ്റി അനുമോദിച്ചു. മുസ്ലിം ലീഗ് നിയോജക മണ്ഡലം പ്രസിഡന്റ് റഷീദ് ആലായൻ ഉദ്ഘാടനം ചെയ്തു. പാലക്കാട് ജില്ലയെ പ്രതിനിധീകരിച്ച് വാക്കോ കേരള മത്സരത്തിൽ പങ്കെടുത്ത് വിജയിച്ച എടത്തനാട്ടുകര ഗവൺമെന്റ് ഓറിയന്റൽ ഹയർ സെക്കൻഡറി സ്കൂൾ ടീമിനെയാണ് ആദരിച്ചത്. മുസ്ലിം ലീഗ് നിയോജക മണ്ഡലം പ്രസിഡന്റ് റഷീദ് ആലായൻ ഉദ്ഘാടനം ചെയ്തു. AP അഫ്സൽ അധ്യക്ഷനായി. MSF മണ്ഡലം പ്രസിഡന്റ് TK സഫ്വാൻ, മുസ്ലിം ലീഗ് ജില്ലാ പ്രവർത്തക സമിതി അംഗം MPA ബക്കർ, മണ്ഡലം വൈസ് പ്രസിഡന്റ് KT ഹംസപ്പ, യൂത്ത് ലീഗ് ജില്ലാ വൈസ് പ്രസിഡന്റ് ഉണ്ണീൻ ബാപ്പു, മേഖല മുസ്ലിം ലീഗ് പ്രസിഡന്റ് P ഷാനവാസ്, നേതാക്കളായ അൻവർ സാദത്ത്, P മൊയ്തീൻകുട്ടി, K അബൂബക്കർ, യൂത്ത് ലീഗ് നേതാക്കളായ P നൌഷാദ്, നിജാസ് ഒതുക്കുംപുറത്ത്, റഹീസ് എടത്തനാട്ടുകര, C ഷിഹാബുദ്ദീൻ, വനിതാ ലീഗ് മേഖലാ സെക്രട്ടറി TP സൈനബ തുടങ്ങിയവർ പങ്കെടുത്തു. ഇനി ഷോർട്ട് ന്യൂസ്. അമ്പലപ്പാറ കടമ്പൂർ ഫാൽക്കോൺ ക്രിക്കറ്റ് ടീമിന്റെ ആഭിമുഖ്യത്തിൽ ജില്ലാതല 1 ഡേ ക്രിക്കറ്റ് ടൂർണമെന്റ് സംഘടിപ്പിച്ചു. കടമ്പൂർ ഹൈസ്കൂളിൽ വെച്ച് നടന്ന മത്സരത്തിൽ 16 ടീമുകൾ മാറ്റുരച്ചു. ഡ്രീം 11 മുന്നൂർക്കോട് 1ാം സ്ഥാനവും ഫേസ് ആൻഡ് ഗ്ലോ മണ്ണാർക്കാട് 2ാം സ്ഥാനവും കരസ്ഥമാക്കി. വിജയികൾക്ക് ക്യാഷ് പ്രൈസ്, ട്രോഫി എന്നിവ ഫാൽക്കൺസ് ക്രിക്കറ്റ് ടീം മാനേജർ PB ബിനോഷ് വിതരണം ചെയ്തു. ഭാരത് ലജ്ന മൾട്ടി സ്റ്റേറ്റ് ഹൗസിംഗ് കോപ്പറേറ്റീവ് സൊസൈറ്റിയുടെ മുളയങ്കാവ് ബ്രാഞ്ച് 5ാം വാർഷികാഘോഷം നടത്തി. സ്റ്റേറ്റ് ഹെഡ് ദിനേഷ് കുമാർ ഉദ്ഘാടനം ചെയ്തു. സോണൽ ഹെഡ് C പ്രസാദ് അധ്യക്ഷനായി. ബ്രാഞ്ച് കോർഡിനേറ്റർ VC നാരായണൻ, റീജിയണൽ ഹെഡ് V രവി, സീനിയർ കോർഡിനേറ്റർ KG ബാബു, സീനിയർ മാനേജർ സുധീർ കുമാർ, P സുരേന്ദ്രൻ പ്രകാശൻ, ശിവനാരായണൻ, വിശ്വംഭരൻ, ശ്രീനാരായണൻ, അനുപമ, ബ്രാഞ്ച് മാനേജർ അഖിൽ എന്നിവർ സംസാരിച്ചു. 2024-2025 വർഷം കൂടുതൽ ബിസിനസ് ചെയ്തവരെ ചടങ്ങിൽ ആദരിച്ചു. പെരിന്തൽമണ്ണ സായി സ്നേഹതീരം ട്രൈബൽ ഹോസ്റ്റലിൽ മഹാത്മാ അയ്യങ്കാളിയുടെ 162ാം ജന്മദിനാഘോഷം നടത്തി. ബിജുമോൻ പന്തീരുകുലം ഉദ്ഘാടനം ചെയ്തു. അയ്യങ്കാളി മർദ്ദിത ജനതയുടെ വിമോചന പോരാളിയാണെന്ന് ബിജുമോൻ പന്തീരുകുലം പറഞ്ഞു. സായി സ്നേഹതീരം ട്രൈബൽ ഹോസ്റ്റൽ കോർഡിനേറ്റർ KR രവി അധ്യക്ഷത വഹിച്ചു. B അജിനികുമാർ, രാജേന്ദ്രൻ KR, M സുരേഷ് കാർൽമണ്ണ, ജ്യോതിഷ്മതി, MM രാജു, രഞ്ജിനി P, ലിഖിന M, ശില്പ MK, സേതുലക്ഷ്മി എന്നിവർ സംസാരിച്ചു. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. ടാറിംഗ് കഴിഞ്ഞ് 1 വർഷം തികയുന്നതിന് മുമ്പ് മുണ്ടൂർ തൂത സംസ്ഥാന പാതയിൽ വിള്ളൽ. തിരുവാഴിയോടാണ് റോഡിൽ പലയിടങ്ങളിൽ വിള്ളൽ പ്രത്യക്ഷപ്പെട്ടത്. അശാസ്ത്രീയമായാണ് പാതാ നിർമ്മാണം നടന്നിട്ടുള്ളതെന്നും കമ്മീഷൻ റോഡായി 4 വരിപ്പാത മാറിയെന്നും കോൺഗ്രസ് നേതാക്കൾ. പാലക്കാട് ജില്ലയിലെ നെൽകർഷകർക്ക് സപ്ലൈകോ സംഭരിച്ച നെല്ലിന്റെ വില ഓണത്തിന് മുമ്പ് തന്നെ നൽകണമെന്ന് BJP പാലക്കാട് വെസ്റ്റ് ജില്ലാ കമ്മിറ്റി. ഇല്ലെങ്കിൽ ശക്തമായ സമരപരിപാടികളുമായി രംഗത്ത് വരുമെന്ന് ജില്ലാ പ്രസിഡന്റ് P വേണുഗോപാൽ.
വിദ്യാർത്ഥികളുടെ ഓണാഘോഷം അതിരുവിട്ടു. രൂപമാറ്റം വരുത്തിയ ട്രാക്ടർ ഉൾപ്പെടെ ഉപയോഗിച്ച് ഓണം ആഘോഷിച്ച വിദ്യാർത്ഥികളെ വാഹനസഹിതം പോലീസ് പൊക്കി. മലപ്പുറം കരുവാരക്കുണ്ടിലാണ് സംഭവം. കടുത്ത യാത്രാ ദുരിതത്തിൽ പെരിന്തൽമണ്ണ പാതാക്കര ഒടിയൻചോലയിലെ കുടുംബങ്ങൾ. റോഡില്ലാത്തതാണ് 10ഓളം കുടുംബങ്ങളെ വലയ്ക്കുന്നത്. രോഗികളെ ആശുപത്രിയിൽ കൊണ്ടുപോകുന്നത് പോലും ചുമന്ന. പ്രശ്നത്തിൽ ഇടപെട്ട് നാഷണൽ ഹ്യൂമൻ റൈറ്റ്സ് ആൻഡ് ആന്റി കറപ്ഷൻ ഫോഴ്സ്. ഗണേശോത്സവം വിപുലമായി ആഘോഷിച്ചു. കോരിച്ചൊരിയുന്ന മഴയത്തും വിഗ്രഹ നിമജ്ജന ശോഭായാത്രയിൽ അണിനിരന്നു ഭക്തർ. ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിൻ സമാപിക്കുന്നു. നമസ്കാരം.